എക്സൽ മീഡിയയുടെ ഫേസ് ടു ഫേസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ മീഡിയ റൂമിലായിരിക്കുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ 42 വർഷങ്ങളായി സുവിശേഷ വേലയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ്. വ്യത്യസ്ത അനുഭവങ്ങളും വ്യത്യസ്ത സാക്ഷ്യങ്ങളുമുള്ള കർത്താവിൻ്റെ ദാസൻ, എക്സൽ മിനിസ്ട്രി ഒത്തിരി സ്നേഹിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ വൈ യോഹന്നാൻ. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വൈ യോഹന്നാനെ തുറന്നുള്ള ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, സ്വാഗതം. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രിയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ വൈ യോഹന്നാൻ. പല സമയങ്ങളിലും പാസ്റ്ററെ ശുശ്രൂഷയിൽ പങ്കാളിയാകാനും രാജസ്ഥാനിൽ കടന്നു വന്ന് ബദേൽ മിനിസ്ട്രീസുമായി ബന്ധപ്പെട്ട് ചർച്ച് മീറ്റിങ്ങിനും ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭവനത്തിൽ താമസിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിൽ സന്തോഷമുണ്ട്. പാസ്റ്റർ അനുഭവങ്ങൾ നമ്മുടെ കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമാകും. പാസ്റ്ററെ ജനനം, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പലയിടത്തും നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ആളുകൾക്ക് കുറച്ചുകൂടെ സുവിശേഷ വേലയ്ക്കുള്ള താല്പര്യം ഉണ്ടാകണം ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അനുഗ്രഹമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുറന്ന ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ്റെ ജനനം, അല്ലെങ്കിൽ എവിടെയാണ് ജനിച്ചത്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് എങ്ങനെയാണ്, അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പങ്കിടാനായിട്ട് സമയം മാറ്റി വയ്ക്കാം. ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറി ആകാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 45 വർഷം കഴിഞ്ഞു ഈ പുസ്തകവുമായി ആയൂർ ചെറുവക്കൽ എന്ന എൻ്റെ ചെറിയ നാട്ടിൽ നിന്ന്, ആ കൊച്ചു പ്രദേശത്ത് നിന്ന് സുവിശേഷീകരണത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ആയൂരിലുള്ള ഒരു എസ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. എനിക്കന്ന് 16 വയസ്സ് മാത്രമേ ഉള്ളൂ. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. 4 മാസം അവിടെ പഠിച്ചു കഴിഞ്ഞപ്പം അവിടുന്ന് ഞാൻ ക്വാളിഫൈഡ് അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്നുള്ള പേരിൽ ഞാൻ മലയാളം മീഡിയത്തിലേക്ക് മാറ്റപ്പെട്ടതിൻ്റെ വേദനയിലിരിക്കുന്ന സമയത്താണ് മാവേലിക്കര മിക്സൽ ജംഗ്ഷനിൽ ക്യാപ്റ്റൻ AM സാമുവൽ ക്രമീകരിച്ച ഒരു വലിയ മിഷൻ ചലഞ്ചിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കേൾക്കാത്ത 10,000 ഗ്രാമങ്ങൾ ഉണ്ട് എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ ബിനു സാറിനോട് പറഞ്ഞ എനിക്ക് 6 ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ആ മിഷൻ ചലഞ്ചിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന ആ 6 ഹാർട്ട് അറ്റാക്കിനേക്കാളും ഭയങ്കരമായി. ഞാൻ വാവിട്ട് നിലവിളിച്ചു, കർത്താവേ എന്നെ അയക്കണേ, ഞാൻ പൊക്കോളാം. ഞാൻ 29 kg ഉള്ളൂ, സിവിയർ ആസ്മ പേഷ്യൻ്റാണ്. പക്ഷേ അതൊന്നും എന്നെ തടഞ്ഞില്ല. അങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്ക് പോകാനുള്ള ഒരു നൊമ്പരത്തോടുകൂടിയ ചുവടുവെപ്പ് ഉണ്ടാകാനിടയായി തീർന്നത്. പാസ്റ്റർ AM ശാമുവൽ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ശാമുവൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വടശ്ശേരിക്കരയിൽ ഒത്തിരി മീറ്റിങ്ങുകൾ ദൈവദാസൻ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വദേശവും വടശ്ശേരിക്കര തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകളോ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്നെ ഞാനാക്കിയ, എന്നെപ്പോലുള്ള ഒത്തിരി മിഷണറിമാരാക്കിയ, ക്രോസ് കൾച്ചർ മിഷണറിയുടെ ദൗത്യം എന്താണെന്ന് കൂടെ കൊണ്ടുനടന്ന് പഠിപ്പിച്ച, ത്യാഗമെന്താ, സുവിശേഷകൻ്റെ വേല എന്താണെന്ന് പഠിപ്പിച്ച വേറൊരു ദൈവപുരുഷനെ എനിക്ക് പറയാനില്ല. ആർമിയിൽ ഇത്ര വലിയൊരു പദവിയും ഒക്കെ ഉണ്ടായിട്ട് അത് വിട്ടിറങ്ങി അദ്ദേഹം കിടക്കുന്ന മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എന്നെ എൻ്റെ ട്രാൻസ്ലേറ്ററൂടെ ആയിരുന്നുകൊണ്ട് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം ടീമിനും കിട്ടിയിരിക്കും. ഏത് ത്യാഗവും അദ്ദേഹത്തിനൊരു വിഷയമല്ല. ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അതൊന്നും പുള്ളിയെ ഇതാക്കുന്നില്ല. സാമ്പത്തികം, പണത്തിന് വേണ്ടി ഒരു മനുഷ്യനെ
അദ്ദേഹം ആശ്രയിക്കത്തില്ല. അതെല്ലാം പിന്നെ ഫെയ്ത്ത് ഡിക്ലറേഷൻസാണ്. എൻ്റെ അനുഭവത്തിൽ 1-2 സഭകൾ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ മിനിസ്ട്രി വന്നു കഴിഞ്ഞ് ഞാൻ മണക്കാല പഠിച്ചതാണെന്ന് അദ്ദേഹത്തിന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പോയിട്ട് ഹീ ഈസ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ട്, കാരണം ഈ സിവിയർ ആസ്മ രോഗമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ എനിക്ക് ഒത്തിയില്ല. ഞാൻ പിന്നെ മലയാളത്തിലാണ് പഠിച്ചത്. പക്ഷേ അച്ഛൻ ഞാൻ ഇംഗ്ലീഷ് മണക്കാല പഠിച്ചെന്ന് പറഞ്ഞ് ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചിട്ട് ഈ ടീമിൽ 80-ൽ ഞങ്ങൾ 81-ലൊക്കെ നാട്ടിൽ വന്ന സമയത്ത് 2-3 തർജ്ജിമക്കാരെ എനിക്ക് മണക്കാല ടീച്ചേഴ്സിനെ എന്തോ സാഹചര്യത്തിൽ അവർ വന്നില്ല. അപ്പം മുട്ടുമണ്ണിലാണെന്ന് എൻ്റെ ഓർമ്മ. കൺവെൻഷന് പ്രസംഗിക്കാൻ അന്ന് തർജ്ജിമക്കാരനില്ല. വൈകിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ജേക്കബ് ജോൺ, കെ കോശി, ഞങ്ങൾ ജോൺ രാജൻ പാസ്റ്റർ, ജോണുമ്മൻ പാസ്റ്റർ, ഇവരെല്ലാം ഇവരെല്ലാവരും ഉണ്ട്. അവരെല്ലാം തറയിരിക്കുന്നു, ഞാൻ മാത്രം കട്ടിലിരിക്കുന്നു. ഞാനില്ല പുത്തൻ പയ്യനായിരുന്നുകൊണ്ട് ട്രാക്റ്റൊക്കെ പാട്ടൂസൊക്കെ വിൽക്കുന്ന പൈസ കളക്ട് ചെയ്യുകയോ ചോദിച്ചു. ആരോ ഒന്ന് ചോദിച്ചു, ഓനാരാ? ഞാൻ പറഞ്ഞു ഞാനാ. ഇങ്ങോട്ട് ഞാൻ വിളിക്കുന്നു. ഓടി അവിടോട്ട് ചെന്നിച്ചു. ഞാൻ ആ വാതുക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇവരെല്ലാം ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്തിനാണ് വിളിച്ചേ? ഉടനെ എന്നെ ചോദിച്ചു, യോനാൻ നീ മണക്കാല പഠിച്ചു? ഇത്രയുള്ളൂ പറഞ്ഞുടനെ ഞാൻ പറയാൻ നോക്കുകയായിരുന്നു, അച്ഛാ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലല്ല എന്ന്. കാരണം എനിക്ക് മനസ്സിലായി തർജ്ജിമ എന്തോ ഒരു വാക്കിൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, മോനെ ഇന്ന് തർജ്ജിമ ചെയ്യാൻ നാളെ മുതൽ ആളില്ല, നമ്മൾ പറഞ്ഞ ക്രമീകരണം നടന്നിട്ടില്ല, നീയാ തർജ്ജിമ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അച്ഛാ ഞാൻ ഇംഗ്ലീഷ് അല്ല എന്ന് പറയാൻ തുടങ്ങി, നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് ഉടനെ പാസ്റ്റർ ജേക്കബ് ജോൺ വാ ഇവിടെ വന്ന് മുട്ടുകുത്താൻ പറഞ്ഞു. ഈ ദൈവദാസന്മാരെല്ലാം കൂടെ എൻ്റെ തലയെ കൈവച്ച്, കർത്താവേ ഇവന് തർജ്ജിമ ചെയ്യാനുള്ള കൃപ കൊടുക്കണേ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിലെ യോഗം എങ്ങനെ തർജ്ജിമ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അന്ന് മുതൽ ക്യാപ്റ്റൻ ജാൻ്റെ പ്രൊഫഷണൽ വടശ്ശേരിക്കര, നിലമ്പൂർ, മുപ്പിനി, തിരുവല്ല, മഞ്ഞാടി, ക്യാപ്റ്റൻ ജാൻ എവിടെയെല്ലാം വന്നു, ഈവൻ അമേരിക്കയിൽ വരെ. സോ മീൻസ് ആ പുള്ളിയുടെ ആ കമാൻഡിങ് വേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് അറിയാത്തതിന് ഇറക്കി വിട്ട ഞാൻ 79-ൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് 80 മുതൽ അച്ഛൻ്റെ തർജ്ജിമക്കാരനായി. അച്ഛൻ്റെ ആ കമാൻഡിങ് വേർഡ്സ്, അങ്ങനെ ഫെയ്ത്തിൻ്റെ ഭയങ്കര ഹീറോ, വിശ്വാസ മനുഷ്യൻ, കർശനം, ഭയങ്കര വിട്ടുവീഴ്ചയില്ല. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഞാൻ അങ്ങനെ മീറ്റിംഗ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, എനിക്കൊന്ന് നമ്മുടെ ഒരു വേർപെട്ട ചർച്ചകളിൽ പിന്നീട് ഒരു കാലത്ത് പുള്ളിയെക്കുറിച്ച് ഒരു അറിവോ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആ ലാസ്റ്റൊക്കെ ആയപ്പോൾ അത്ര ഇതില്ലായിരുന്നു. എന്നാലും എൻ്റെയൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ അതുപോലെ വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിച്ച വലിയ ടീമായിട്ടൊക്കെ വരുന്ന ഒരാളായിരുന്നു. പാസ്റ്ററിലേക്ക് തന്നെ പാസ്റ്ററുടെ ഈ നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങൾ എങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയെന്ന് പറഞ്ഞെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ടുള്ള അനുഭവങ്ങൾ, ആ തുടക്കം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ക്യാപ്റ്റൻ ജാനോടുള്ള ബന്ധത്തിൽ സാർ ചോദിച്ചതിൻ്റെ ഈ അവസാന കാലഘട്ടം ആയപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ ജാനെ സംബന്ധിച്ചോളം പബ്ലിക്കിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, തനിക്ക് ജനസമ്മതിയോ അല്ലെങ്കിൽ പിന്തുണയോ താൻ പ്രതീക്ഷിച്ച് തൻ്റെ ദൗത്യം നിർവഹിക്കുക, ആ ഒരു ഇതിലായിരുന്നു എന്നുള്ളത് കൊണ്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വ്യക്തിത്വം, ദൈവം തനിക്ക് നൽകിയ ദർശനത്തിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ച കാണിക്കാത്തൊരു വ്യക്തി എന്ന നിലയിലാണ്, ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു നമുക്ക് സെറ്റ് ബാക്ക് എന്ന് പറയാം, ബട്ട് ഐസൊലേറ്റഡ് ആയിട്ട് താൻ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ മാത്രം പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇനി എൻ്റെ ആരംഭകാല അനുഭവം, ഞാൻ ആയൂര ചെറുവക്കലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ഫാദർ എസ്റ്റേറ്റിൻ്റെ ജോലിയായിരുന്നു. എനിക്ക് 8ാമത്തെ വയസ്സിൽ എനിക്ക് രക്ഷാനുഭവത്തെക്കുറിച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്നു. കാനമച്ചൻ എന്ന ദൈവദാസൻ ക്രൂശിനെ വർണ്ണിച്ചേച്ച്, പാപി നീ എന്തിനു ദുഃഖിപ്പൂ, കുളിക്കാത്തൻ രക്തധാരയില്ല, പാപത്തിൻ കറകൾ പോയി നീ ശുദ്ധമായി തീരുമിച്ചു. ഇന്നെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങൾ ചെങ്കളം ഷാരോൺ ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. ആ പാട്ടിൻ്റെ ഇരടിയും ക്രൂശിൻ്റെ വർണ്ണനയും എൻ്റെ കൊച്ചു ഹൃദയത്തെ
വല്ലാതെ വേദനിപ്പിച്ചു. അന്ന് ഈ അവിടെ ഒരു കുരിശുമൂടുണ്ട്, ചങ്കുളം കുരിശുമൂട്. അവിടുത്തെ മെഴുകുതിരി പുണ്യാളിന് ഇതെന്തിനാ വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഊതിക്കെടുത്തിട്ട് അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. കൊച്ചു കൊച്ചു കുരുത്തക്കേടുകൾ. പിന്നെ ഓയൂർ ഒരു അപ്പുറത്ത് എൻ്റെ സ്കൂളിൻ്റെ അപ്പുറത്തൊരു പിക്ചർ ഹാളിൻ്റെ പുറത്ത് ചെന്നിട്ട് അവിടെ ഈ ഫിലിം ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കും. ഇന്നത്തെ സിസ്റ്റമല്ല, ആ ഫിലിം എടുത്തൊരു വൈനക്കുള്ളർ പോലെ ഒരെണ്ണം വെച്ച് ഇങ്ങനെ. ഇതൊക്കെ വലിയ കുറ്റബോധം നൽകി. ക്ലാസ്സിലെ പിള്ളേരുടെ പേന മുട്ടിച്ചതോ ഇങ്ങനെയൊക്കെയുള്ള. 8 വയസ്സേ ഉള്ളെങ്കിലും വാവിട്ട് നിലവിളിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഇന്നെന്ന പോലെ, ഇന്നെനിക്ക് 63 വയസ്സുണ്ട്. എൻ്റെ 55 വർഷം വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ട് ഞാൻ പിന്നിട്ടു. ആ അനുഭവം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാര്യം കൂടെ, എൻ്റെ ബാല്യകാലത്തുള്ള ബന്ധത്തിൽ ഞാൻ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചു. മാങ്ങാനം ജോസഫ് ഉപദേശി വന്ന് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഭയങ്കര ഞങ്ങളുടെ സഭയിൽ ചങ്കളം ഷാരുവള്ളിൽ കാത്തിരിപ്പയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും എനിക്ക് മാത്രം അഭിഷേകം കിട്ടിയില്ല. എനിക്ക് 12 വയസ്സ് 13 വയസ്സ്. ഞാൻ നിലവിളിച്ച് 16 പേർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാനും കാത്തിരുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം എല്ലാവരുടെയും തലയിൽ മാങ്ങാനം ജ്യോതിഷ് കൈവച്ചു. എൻ്റെ തലയിൽ ഞാൻ കൊച്ചായതുകൊണ്ട് എൻ്റെ കൈ വെക്കാഞ്ഞുകൊണ്ടാണ് കിട്ടാഞ്ഞ്. ഞാൻ അമ്മച്ചിയോട് ചങ്കു പൊട്ടിക്കാരൻ. അമ്മച്ചി പറഞ്ഞു, മോനെ അടുത്ത പ്രാവശ്യം മാങ്ങാനം ജോസേശ് വരുമ്പോൾ നിനക്ക് കിട്ടും. അങ്ങനെ ഞാൻ ചർച്ചിൽ നിന്ന് അമ്മച്ചിയുടെ കൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പം വീട്ടിൽ പോയി. അന്ന് രാത്രി ശനിയാഴ്ച ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അമ്മച്ചി ആവുന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകമാണ്. ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ സാക്ഷ്യവും ആരാധനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10-16 പേര് പുതുതായിട്ട് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. എപ്പോഴാണ് എൻ്റെ മേൽ ശക്തി വന്നതെന്ന് അറിയത്തില്ല. ഞാൻ അന്യഭാഷകൾ ആരാധിക്കാൻ തുടങ്ങി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 4 ദിവസവും സ്കൂളിൽ പോയിട്ടില്ല. അന്യഭാഷ അല്ലാതെ ഒന്നും വായിന്ന് വന്നിട്ടില്ല. എൻ്റെ ഉപ്പൻ്റെ കണ്ണ് പോലെ അസാധാരണത. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വീഴുന്നു. കണ്ണൊക്കെ ഉപ്പൻ്റെ, വായൊക്കെ വിതുമ്പുക, തൊണ്ടയൊക്കെ അങ്ങ് അലറി വിളിച്ചല്ലേ ആരാധിക്കും. കൈയൊക്കെ പൊട്ടി. അങ്ങനെ വ്യാഴാഴ്ച രാവിലെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കേട്ടു. അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. കർത്താവെ, ഇന്നെങ്കിലും രാജ്മോഹൻ ഇച്ചിരി ശക്തി കുറച്ച് കൊടുക്കണം, അവനെ എന്ന് സ്കൂളിൽ വിടണം. ഞാനത് കേട്ടു. ഞാനും മനസ്സിൽ പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട്, സയൻസ് സാറോ മാത്സിൻ്റെ സാറോ ഹിസ്റ്ററിയുടെ സാറോ ഏതെങ്കിലും എന്നോട് ഹിന്ദി സാറോ ചോദ്യം ചോദിച്ചാൽ ഞാൻ അന്വേഷ പറയും. ചോദിക്കരുത്. അതാണ് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മണി വരെ ചോദ്യം ഒന്നും വന്നില്ല. 11 മണിയായപ്പോൾ ഇൻ്റർവെല്ലിന് ബെല്ലടിച്ച് ഞാൻ സ്കൂളിൻ്റെ പുറകെ ഒരു കാട്ടി കയറി 11:15 വരെ അന്യഭാഷ പറഞ്ഞു. ഇല്ല, കെട്ടിക്കിടന്ന നദി ഒന്ന് ഒഴുകിയതിൻ്റെ സന്തോഷം. ഓ മൈ ഗാഡ്. 11:15 ആയപ്പോൾ വീണ്ടും സുബോധത്തിൻ്റെ ആത്മാവ് എന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. 1 മണി മുതൽ 2 മണി വരെ ഇൻ്റർവെല്ല. ആ സമയത്ത് ടിഫൻ പോലും എടുക്കാതെ കാട്ടിൽ കയറി. ആ കാട്ടിൽ 1 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ കാലും മുട്ടും എല്ലാം പൊട്ടി കീറി, കൈയെല്ലാം പൊട്ടി. ആരാധിക്കുകയല്ലേ, ഇല്ല കെട്ടിക്കിടന്ന നദി. 2 മണിയുടെ ബെല്ലടിച്ചു. ഞാൻ ക്ലാസ്സിൽ പോകാനായിട്ട് കണ്ണ് തുറന്നപ്പോഴാണ് എൻ്റെ ക്ലാസ് മുഴുവൻ 10Fലാണ് ഞാൻ പഠിക്കും. എൻ്റെ Fലെ പിള്ളേരെല്ലാം എൻ്റെ ചുറ്റുമുണ്ട്. അല്പം ഒരു ചമ്മൽ പോലെ തോന്നിയെങ്കിലും ഐ വാസ് ദ ഓൺലി വൺ സ്റ്റുഡൻറ്റ്. ആ സ്കൂളിലെ പെന്തക്കോസ് ഏക വിദ്യാർത്ഥി ഞാനാണ്, ചെറിയോളിന്നല്ലൂർ ഹൈസ്കൂൾ. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് പോയി. അന്ന് മുതലൊരു സംഭവം ഉണ്ടായി. അപ്പം ദേവന്മാരുടെ ആത്മാവ് യോഹന്നാന് കിട്ടിയെന്നങ്ങ് ഫ്ലാഷായി, ഏതോ ഒരു വലിയ ആത്മാവ്. അപ്പോൾ എന്നെ ഭയങ്കര ഒരു ബഹുമതിയോടുകൂടി ആൾക്കാർ നോക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഒരു ടീച്ചർ ബോധം കെട്ട് വീണാൽ, ടീച്ചറിന് വയറ്റുവേദന വന്നാൽ, സ്റ്റുഡൻറ്റ് ബോധം കെട്ട് വീണാൽ ഒരു ടീച്ചേഴ്സ് റൂമുണ്ട്. അതിനകത്ത് അവരെ കൊണ്ടെടുത്തിട്ട് ഞങ്ങളുടെ ഗോപാലകൃഷ്ണപിള്ള സാറ് എൻ്റെ ക്ലാസ്സിൽ വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് അവിടെ കൊണ്ടുപോയി റൂം അടച്ചേച്ച് പ്രാർത്ഥിക്കുക മാത്രം. എന്നെ ഏറ്റവും കോൾമേറുകൾ ഇന്നെനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലല്ലോ, രോഗശാന്തിക്ക് ഉള്ള ശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിൻ്റെ സാറ് ഇതാ കിടക്കുന്ന പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞേച്ച് സാറ് കയ്യിലൊരു വടിയുണ്ടല്ലോ, ആ വടി ഇങ്ങനെ താത്ത് പിടിച്ച് ഞാൻ പ്രാർത്ഥന കഴിയുന്നിടം വരെ സാർ തല കുനിച്ച് നിൽക്കും. സ്വത്രം. അങ്ങനെ ബൈ 1 get 1 ഫ്രീ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിനകത്ത് അന്യഭാഷയും രോഗശാന്തിയും ഉണ്ടെന്നുള്ള ആ സിംറ്റം ദൈവം പ്രൂവ് ചെയ്തത്
ഇതെൻ്റെ 13ാമത്തെ വയസ്സിൽ 50 വർഷമായി ഇന്നും ആ ശക്തി എന്നിൽ കുറയാതെ നിലനിർത്തുന്ന ദൈവത്തിന് നന്ദി. അതെൻ്റെ ബാല്യകാലാനുഭവം. ഒരുപക്ഷെ പാസ്റ്റർ പറഞ്ഞ അനുഭവങ്ങളൊക്കെ എനിക്കും ഓർമ്മ വരുന്നു. കാരണം പഴയ ആ കാലത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയും കാത്തിരിപ്യോഗത്തിന് ഇരിക്കുകയും അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തൊരു കാലമുണ്ട്. ഇന്നങ്ങനെ സഭകളിലൊന്നും കാണുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം പാസ്റ്ററെ ദൈവം ആ ഒരു ചെറിയ പ്രായത്തിൽ ദൈവാത്മാവിനാൽ നിറയ്ക്കുകയൊക്കെ ചെയ്തത് ശുശ്രൂഷയ്ക്ക് ഒരു വലിയ ബേസ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കേൾക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട്. ഇരിക്കുന്നത് മറ്റു പലർക്കും പഴയ കാലത്തിലേക്ക് ഓർക്കാനൊരു മുഖാന്തരമാകും. പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലേക്ക് പോയതിനെക്കുറിച്ചും അങ്ങനെയുള്ള അനുഭവങ്ങളൂടെ പങ്കിടാമോ? നിശ്ചയമായിട്ടും മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മിഷൻ ചലഞ്ച് ക്യാപ്റ്റൻ എം സാമുവിൽ നിന്ന് കേട്ടിട്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് ഓടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എവിടെ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പോകണം, എനിക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. എൻ്റെ ബ്രദറിലോ ആൻഡമാൻസിലൊക്കെ ജോലി ചെയ്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. എനിക്ക് കോൺസി ഗാഡി ഹെ ജമ്മു തവിക്ക എന്നുള്ള പദം അദ്ദേഹം എഴുതി തന്നു. ഇന്ന് ഷാർജയിലുള്ള പാസ്റ്റർ എ വി തോമസാണ് ഞങ്ങളുടെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. ചെങ്കളത്ത് നിന്ന് അമ്പലംകുന്ന് എന്ന സ്ഥലത്ത് ചെങ്കൂർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി അവിടെ ഒരു സഭ തുടങ്ങിയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കൊല്ലത്തുനിന്ന് ജമ്മു വരെയുള്ള ടിക്കറ്റ് എടുത്ത് കയറ്റി. കോൺസി ഗാഡിയെ ജമ്മു തവിക്ക, ഫരീദാബാദ് ഇപ്പുറത്ത് വരുന്നിടം വരെ ഈ പദം കാണാതെ പഠിച്ചു. കോൺസി ഗാഡിയെ ജമ്മു തവിക്ക കോൺസി. പക്ഷേ ഫരീദാബാദ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ കോൺ എന്ന് പറഞ്ഞാൽ ആര്, ഗാഡി എന്ന് പറഞ്ഞാൽ വണ്ടി. ആര് വണ്ടി എന്ന് പറയത്തില്ല, ഏത് വണ്ടിയുടെ ഹിന്ദി എന്താ അതെനിക്കൊട്ട് അറിയത്തുമില്ല. അപ്പോൾ വല്ലവരും എന്നെ കൊള്ളയടിക്കും, എൻ്റെ പോക്കറ്റ് അടിക്കും. ഇപ്പോൾ തോട്ടത്തിൽ എൻ്റെ ഫാദർ സൂപ്രണ്ടൊക്കെ ആയിരുന്നതുകൊണ്ട് ഒത്തിരി പേര് സെൻറ്റ് ഓഫ് മീ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ പെന്തക്കോസ് മിഷണറി കൂടെ ഒരു 250-300 പേര് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എൻ്റെ അപ്പൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളും എല്ലാം വന്നൊരു കുരുതി കൊടുക്കുന്ന ഒരു സെൻറ്റ് ഓഫ് മീറ്റിംഗ് ആണ് കാശ്മീരിലേക്ക് പോകുന്നത്. ഞാൻ കാശ്മീരിലെ ക്യാപ്റ്റൻ എം സാമുണ്ട്, പാസ്റ്റർ കെ കോശി, പൊന്നച്ചൻ, പി ഡി തോമസ്, പാസ്റ്റർ സണ്ണി പട്യാല, ഇവരെ ഞങ്ങളെല്ലാം ഒരു ബാച്ചാണ്. പക്ഷേ ബൈ മിസ്റ്റേക്ക് അവർക്ക് ടിക്കറ്റ് കിട്ടിയത് 23-ാം തീയതി, എനിക്ക് 22-ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ ഈ പദം കാണാൻ പഠിച്ച് ഞാൻ ഓർത്ത് ഇത് പറഞ്ഞാൽ വല്ലവരും പോക്കറ്റ് അടിക്കുമല്ലോ. അപ്പോൾ ഈ യാത്രയ്ക്ക് വന്നവർ, എന്നെ യാത്രയ്ക്കാൻ വന്നവരല്ല കുറച്ച് പൈസ തന്നിട്ടുണ്ടാവും. ഇച്ചിരി സോക്സിനകത്ത്, ഇച്ചിരി ബൈബിളിനകത്ത്, ഇച്ചിരി പോക്കറ്റിനകത്ത്, അവിടെ ഇവിടെയൊക്കെ പൈസ മാറ്റി വെച്ചിരിക്കുക. ഇന്നത്തെ പോലെ ATM സൗകര്യങ്ങളൊന്നുമില്ല. മനസ്സിനൊരു വിപ്രതി. കോൺസി ഗാഡി ജമ്മു തവിക്ക, ആര് വണ്ടി എന്ന് പറയത്തില്ല, ഏത് വണ്ടിയുടെ ഹിന്ദി അറിയത്തില്ല. ഞാൻ ആ പേപ്പർ വലിച്ചിരിക്കണം. ഡൽഹി ചെന്നിറങ്ങിയപ്പോഴാണ് നിസാമുദ്ദീൻ, ഓൾഡ് ഡൽഹി, ന്യൂ ഡൽഹി 3 സ്റ്റേഷൻ. ഞാനോർത്ത് കൊല്ലം പോലെ അപ്പുറം ഇപ്പുറം പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഞാനിതെവിടെ നിന്ന് പിടിക്കും? 16 കിലോമീറ്റർ ഉണ്ട് നിസാമുദ്ദീൻ ഓൾഡ് ഡൽഹി. മീറ്റർ ഗേജും ബ്രോഡ് ഗേജും ചേഞ്ച് ചെയ്യണം. എൻ്റെ ദൈവമേ, എനിക്ക് ഭയമായി. 6 മണിക്കൂറിൽ കൂടുതൽ പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ പ്ലാറ്റ്ഫോമിൽ ബോധം കെട്ടു വീണു. എത്ര നേരം! പക്ഷെ ഭാഗ്യവശാൽ ഞാൻ ബോധം തെളിയുമ്പം എൻ്റെ ബാഗ് എൻ്റെ തലയിലിരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റുകൾ അവിടെ ഉണ്ട്. അത് ആരോ എടുത്ത് വെച്ചതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല ഡ്രഗ് അഡിക്ട്സ് ആണെന്നോ എന്തോ, പ്ലാറ്റ്ഫോമിൽ സുഖമില്ല നടക്കുന്ന പയ്യനെന്നുള്ളത് ആരും ശ്രദ്ധിച്ചില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ ബോധം തെളിഞ്ഞു. നിസാമുദ്ദീനിൽ എത്തിയത് എന്നിങ്ങനെയാണെന്ന് ഇന്നും എനിക്കറിയാം. അതൊരു ഫാക്റ്റാണ്. നിസാമുദ്ദീനിൽ നിന്നുള്ള ട്രെയിനിൽ കയറി, ഒരു കൂലിയുടെ സഹായത്തോടൊക്കെ കയറി. ഞാൻ കുറച്ച് നരേല 2-4 സ്റ്റേഷൻസ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഹരിയാനവികൾ, പഞ്ചാബികൾ, ഹിമാചലികൾ കീര തിന്നുന്നു, മൂലി തിന്നുന്നു, കക്കിടി തിന്നുന്നു, കപ്പൽ. നമ്മുടെ നാട്ടിനെ അന്ന് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ആരും കഴിച്ചിട്ടില്ല. ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഇതെല്ലാം കണ്ട് എനിക്ക് അസഹ്യത. അപ്പം നരേല കഴിഞ്ഞപ്പോൾ ഒരു എരുമക്കടാവിനെ കൂടി ഇതിനകത്ത് കയറ്റി. അപ്പം ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇവരുടെ കൂടെ നിന്ന് ഇറങ്ങണം. അംബാലയ്ക്ക് ഇപ്പുറത്ത് സിഗ്നൽ കിട്ടാതെ വണ്ടി നിർത്തിയപ്പം അതൊരു കാടാ, പ്ലാറ്റ്ഫോം ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നില്ല, എനിക്ക് ഇവരുടെ കൂടി ഇരിക്കണ്ട. ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഒരു 10-16 മിനിറ്റ് കഴിഞ്ഞ് കാണും വണ്ടി വിസിലടിച്ച് പോകുമ്പോൾ ഞാൻ ദൈവത്തോടും മനുഷ്യനോടും പിണങ്ങിയിട്ട് ഞാൻ ഇത് പോകുന്നില്ല. അപ്പം ഞാൻ ഈ ട്രെയിൻ ചൂളം അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ ഇതൊരു പട്ടിക്കാടാ. ആകെ ജമ്മുവിന് അന്ന് 3 ട്രെയിനേ പോകുന്നുള്ളൂ. ഡൽഹിയിൽ നിന്ന് അപ്പുറത്തോട്ട് 3 ട്രെയിനേ പോകുന്നുള്ളൂ. ഇത് 42 കൊല്ലം മുമ്പുള്ള കഥയല്ലേ. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ വെളുപ്പിലെ 3:30 കണ്ടൊരു ട്രെയിൻ ഉണ്ടെന്ന് പറയുന്നു.
ഞാൻ ചങ്ക് കൂട്ടി. ഈ ലാസ്റ്റ് ബോഗികൾ ഇങ്ങനെ പോകാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചിട്ട് കയറി ഹാൻഡിൽ അങ്ങ് തൂങ്ങി അങ്ങ് കിടന്നു. അപ്പോൾ ആ ഡോറിൻ്റെ അവിടോട്ട് ഇങ്ങനെ കാല് വലിച്ചൊന്ന് വെക്കാമെന്ന്. ബാറ്റയുടെ ഷൂ എൻ്റെ അച്ചാച്ചൻ യാത്രയപ്പിന് മേടിച്ചു വന്ന കാല് ആ ഷൂ താഴെ ഷൂ ഒന്നും ഇട്ട് പരിചയമില്ലല്ലോ. ഷൂ താഴെ പോകാത്ത രീതിയിൽ അകത്ത് കാല് ഒന്ന് ആ ഗേറ്റിൻ്റെ അവിടോട്ട് തട്ടി. എനിക്കറിയാം ഇത് അടഞ്ഞു കിടക്കുക. ഞാൻ പോയി, ഞാൻ തീർന്നു. ഹൈ സ്പീഡിലേക്ക് വണ്ടി കിടക്കടാന്ന് പറഞ്ഞ് പോവുക. ഭാഗ്യത്തിന് ആ ഡോറ് തുറന്നു കിടക്കുക. രാത്രി 11:30 ആ ഡോറ് തുറന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കയറിയപ്പോൾ അതിലും സർപ്രൈസ്. വെറും ഓരോരോ ക്യാബിൻസ്, ഒരു ഗാലറി. ഞാനിത് കണ്ടിട്ടില്ല. ട്രെയിനിലെ ആദ്യത്തെ ജേണി ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ജറൂർ പിന്നെ തിരുച്ചിറപ്പള്ളി വരെ എൻ്റെ അളിയൻ്റെ കൂടെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എ സിയും തേർഡ് എ സിയും ഒന്നും എനിക്കറിയാം. ഞാനൊരു ക്യാബിൻ തുറന്നു നോക്കിയപ്പം ഭയങ്കര വീതിയുള്ള 2 ബെർത്ത് മാത്രം, തണുത്ത കാറ്റ് വരുന്നു. ഓ, ഇത്രയും ഉണ്ടായിട്ടാണോ അവിടെ കിടന്ന് ഇടിച്ച പൊട്ടന്മാർ എന്നും പറഞ്ഞിട്ട് ഞാൻ അതിൽ കയറി ക്യാബിന് കുറ്റിയിട്ടു. പിന്നെ പുറത്തിറങ്ങിയില്ല. TTR വന്നില്ല. ഇത് രാത്രി 11:30. പിറ്റേ ദിവസം രാവിലെ 8 മണി കഴിഞ്ഞ് 8:30 ആയപ്പോൾ ജമ്മു ചെന്നു. അപ്പം ട്രെയിൻ നിർത്തിയെന്ന് മനസ്സിലായി. ഞാനും പുറത്തിറങ്ങി. ഇനിയും അടുത്ത വർഷം ആഞ്ഞിലിത്താനംകാരൻ രാജൻ വർഗീസ് പാസ്റ്ററും നമ്മുടെ കപൂർത്തല പാസ്റ്റർ KM മാത്യുവും കൂടെ അവിടെ താമസിക്കുന്ന ജമ്മുവിലെ ഫെയ്ത്തോമി ചെന്നാൽ എന്നെ ഉദംപൂരിന് കയറ്റിവിടും. പക്ഷെ ചോദിക്കാനും പറയാനും അറിയത്തില്ല. ജമ്മു പ്ലാറ്റ്ഫോമിൽ ആകെ 3 ട്രെയിനേ ജമ്മു വരാറുള്ളൂ. ഞാൻ ഈ ട്രെയിൻ കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാനും ആരുമില്ല, പ്ലാറ്റ്ഫോമിലും ആരുമില്ല. ഒരു പ്രാന്ത മനുഷ്യനും ഒരു പട്ടി ഇതൊക്കെ അതിലേക്കൂടെ അലയുന്നുണ്ട്. 1-2 ആർമിക്കാരുടെ ഭാര്യമാർ പ്ലാറ്റ്ഫോമിൽ ഏതോ സീറ്റുകൾ. എനിക്കിവരോട് ഒന്നും ചോദിക്കാൻ അറിയത്തില്ല. കുറേ നേരം കഴിഞ്ഞ് ഒരുത്തം വന്നു എന്നോട് പറഞ്ഞു, നീ ടയർഡാ, അതുകൊണ്ടല്ല അവിടെ കയറി കുളിക്കുക, ഞാൻ ഇതിൽ കുളിക്കാം. അതെനിക്കൊരു ഐഡിയ തോന്നി. ഒന്ന് കുളിച്ചാലൊന്ന് ഫ്രഷ് ആവും. അവൻ്റെ ബാഗ് ഒരിടത്ത് വെച്ച് എന്നോട് പറഞ്ഞു, നിൻ്റെ ബാഗും വെക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കളിപ്പീരാണ്. ഞാൻ എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മടുത്ത് ഇവനെ കണ്ടിട്ട് കുളിക്കാൻ ഞാനും കയറി, അവനും കയറി. ഞാൻ ഉടുപ്പ് ഊരിയപ്പം എനിക്കൊരു ഡൗട്ട്, ഇവൻ എൻ്റെ ബാഗ് അടിച്ചുകൊണ്ട് പോകാൻ വല്ലതും വരുവാണോ, പോയിക്കുമോ, കള്ളത്തരം വല്ലതും ആണോ. ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് നോക്കി എൻ്റെ ബാഗ് വെച്ച സ്ഥലം. ഞാൻ നോക്കിയപ്പോൾ എന്നേക്ക് മുമ്പേ കയറിയവനുണ്ട്, ആ ബാഗിൻ്റെ അവിടെ നിൽക്കുന്നു. ബാത്റൂമിൽ കയറിയവനാണ്. എനിക്ക് മനസ്സിലായി ഇവൻ കള്ളനാണെന്ന്. ഉടുപ്പ് പകുതി വലിച്ചിട്ടുകൊണ്ട് ഒരൊറ്റ ഓട്ടം ചെന്ന് എൻ്റെ ബാഗ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഓടി തിരിച്ച് ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നോക്കിയപ്പോൾ ഒരു 6 അടി 2 ഇഞ്ചുള്ള ഒരു പോലീസുകാരൻ 2 സ്റ്റാർ വെച്ച റെയിൽവേ ഉദ്യോഗസ്ഥൻ അതിലേ വരുന്നു. അയാളെ പോയി പറയാൻ ചെന്നതാണ്. അടുത്ത് ചെന്നപ്പോൾ എന്തോ പറയണമെന്ന് അറിയത്തില്ല. പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഞാൻ ഈ അഡ്രസ്സ് കാണിച്ചു. ജമ്മു മഹേന്ദ്രനഗർ എന്ന് പറഞ്ഞ് ആ ചെല്ലേണ്ട സ്ഥലം. അയാളൊരു ആർമിക്കാരനെ അങ്ങോട്ട് പോകുന്ന ഒരാളുടെ കൂട്ടുപിടിച്ച് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ജമ്മു ചെന്ന് ക്യാപ്റ്റൻ ചായൻ്റെ അടുത്ത് പിറ്റേ ദിവസം ചെന്നു. രജോറി എന്ന സ്ഥലത്ത് -14 ഡിഗ്രി നമ്മുടെ ഇന്ത്യയുടെ ഈ നെക്കിലാണ് ഞാൻ എൻ്റെ മിനിസ്ട്രി തുടങ്ങിയത്. -14 ഡിഗ്രി. അവിടെ 65 രൂപയുടെ ഒരു ഒറ്റ ഹാഫ് സെറ്ററും കൊണ്ടാണ് പോയത്. കമ്പിളി ആർമിക്കാർ കണ്ടം ചെയ്ത 5 രൂപയുടെ കമ്പിളിയും 5 രൂപയുടെ ഒരു ഓവർകോട്ടും അത് നാറി അങ്ങ് അഴുക്കായതാ. കാരണം സിഗ്നൽസ് ആർമിക്കാരൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ അത് വിൽക്കുക. അത് മേടിച്ച് അവിടെ തുടങ്ങിയതാണ്. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ 42 വർഷം 9 മാസത്തോളം കാശ്മീരിൽ താമസിച്ചുകൊണ്ട് രജോറി താമസിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ജാൻ്റെ കൂടെ ഇന്ത്യയിലെ പല സിറ്റികളിൽ ഞാൻ യാത്ര ചെയ്തു. കേരളത്തിൽ വന്നു. ഹൈദരാബാദ്, വിജയവാഡ, ഗുജറാത്ത് അങ്ങനെ യാത്ര ചെയ്യുന്ന മധ്യേ രാജസ്ഥാനിൽ പോകാൻ അവസരമുണ്ടായി. അപ്പോഴാണ് ഞാൻ രാജസ്ഥാനെക്കുറിച്ച് അറിയുന്നത്. ബ്രദർ ദൊർരാജ് 1964 ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രാജുവേറ്റ് രാജസ്ഥാൻ അൽവറിൽ വന്ന് വേല തുടങ്ങിയെന്നും അദ്ദേഹത്തെ 2 പെൺകുഞ്ഞുങ്ങളുമായി താമസിക്കുന്ന തൻ്റെ കുടുംബത്തിൽ നിന്ന് ഉറക്കക്കിടക്കയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹം
മരണപ്പെട്ടു, അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടുന്ന് 40 കിലോമീറ്റർ അകലെ കേർത്തൽ എന്നൊരു സ്ഥലത്തുനിന്ന് കണ്ടുകിട്ടിയതായിട്ടാണ് അറിയുന്നത്. പക്ഷേ ഇന്ന് വരെ ആ മിഷണറിയെക്കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. സോ ആ മണ്ണ് രക്തസാക്ഷികളുടെ രക്തം, സുവിശേഷത്തിൻ്റെ വിത്ത് എന്ന ആപ്തവാക്യം പോലെ ആ അൽവറിൻ്റെ മണ്ണിൽ 1980 മുതൽ കർത്താവിൻ്റെ വേലയിൽ 60 രൂപയുടെ ഒരു മുറിക്കകത്ത് പ്രവർത്തനം തുടങ്ങി. എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ആരംഭകാല സമയങ്ങളൊക്കെ ഭയങ്കര വേദനകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ സമയങ്ങളായിരുന്നു. പക്ഷേ ആ 60 രൂപയുടെ മുറിക്കകത്ത് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് 74-ൽ പരം പൈനിയർ മിഷണറിമാരുള്ള 5 സ്റ്റേറ്റുകളിൽ വേല വ്യാപിച്ച ഒരു പ്രവർത്തനമായി ദൈവം തീർത്തു. 38 ജാതികളിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് ആത്മാക്കളെ തന്നു. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ കാണുമല്ലോ, അവിടെ ചെന്നിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഒരുപക്ഷെ പീഡനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല ഇഷ്യൂസും നേരിട്ട് കാണും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവം എടുത്തു പറയാനായിട്ടുണ്ടോ? നിശ്ചയമായിട്ടും ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഒരു സുവിശേഷകന്, ഒരു പടയാളിക്ക് മുറിവെന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. ഡോക്ടർ തോമസ് മാത്യു പാസ്റ്ററൊക്കെ പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെയും ക്യാപ്റ്റൻ ജാൻ്റെ ക്യാപ്റ്റൻ കേരള ചോട ദോച്ചീസ് ചോട രാജസ്ഥാൻ में आया ദോച്ചീസ് ജോഡ. കേരളം വിട്ടപ്പോൾ 2 കാര്യം വിട്ടു, രാജസ്ഥാനിൽ വന്ന് 2 കാര്യം എടുത്തു. വിട്ടതെന്തുവാ? മലയാളം. വിട്ടതെന്തുവാ? ചോറ്. എടുത്തതെന്തുവാ? റൊട്ടി, ഹിന്ദി. അപ്പം ആ ഹിന്ദി ബെൽറ്റിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വ്യഥകൾ നിശ്ചയമായിട്ടും ഉണ്ട്. അതിന് വില കൊടുക്കേണ്ടി വരും. അതിൽ ഒരുപാട് അനുഭവങ്ങളുള്ളിൽ ഒരു കടമനിട്ട ഒരു OS ബേബി എന്ന് പറഞ്ഞ എൻ്റെ കൂടെ രാജസ്ഥാനിലുള്ള ഭരത്പൂരിലുണ്ടായിരുന്ന ഒരു ബ്രദറുണ്ട്. ലോഹാഗഡ് എന്ന് പറയും, ഇരുമ്പ് കോട്ട എന്നറിയപ്പെടുന്ന ഭരത്പൂർ, ഫുലൻ ദേവിയുടെയൊക്കെ ചമ്പൽ കാടുകളുടെ അടുത്ത്. ചർച്ച് ഓഫ് ഗോഡിലെ ജെ ജോസഫ് പാസ്റ്റർ ആരംഭകാലത്ത് എൻ്റെ കൂടെ ആ ചമ്പൽ കാടുകളിൽ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞൊക്കെ ഒരു 6 മാസം പോലും ആകുന്നതിന് മുമ്പ് എൻ്റെ കൂടെ താമസിച്ച നല്ല ദിവസങ്ങൾ ഓർക്കുന്നു. ആ ചമ്പൽ കാടുകളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 1983 സഫേദ് കോട്ടി എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. അൽവർ പട്ടണത്തിൽ നിന്ന് 115 കിലോമീറ്റർ അടുത്ത് എൻ്റെ ഫസ്റ്റ് പൈനിയർ സ്റ്റേഷനാണ് ഇത്. അൽവർ വിട്ട ബ്രാഞ്ച് ചർച്ച. അപ്പം 115 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ സഭയാണെന്ന് ഓർക്കണം. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രവർത്തിച്ച് വേല മുമ്പോട്ട് വന്നപ്പോൾ ചില നാളുകൾ ഞാൻ അവിടെ താമസിച്ചു. ജെ ജോസഫ് പാസ്റ്റർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അൽവറിലാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഡീഗിലും വർക്ക് ചെയ്ത്, ഡീഗ് എന്ന സ്ഥലത്ത്. ഒരു രാത്രി ഞാൻ പലപ്പോഴായിരിക്കും ഒരു അജാനബാഹുവായൊരു മനുഷ്യൻ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി സാറേ. കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ്, അവൻ വരുന്ന കണ്ടുകൊണ്ട് ഞാൻ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാൻ നോക്കിയത്. നീ ഇതുവരെ ലൈറ്റ് ഓൺ ചെയ്തിരിക്കുകയായിരുന്നു, ഞാൻ റോഡിൽ കൂടെ കണ്ടതാണ്, മര്യാദയ്ക്ക് ലൈറ്റ് ഓൺ ചെയ്തോ, നീ കതക് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി ഇപ്പം തുറക്കും. അവൻ്റെ ഗർജനം. ഞാൻ കതക് തുറന്നു, ലൈറ്റ് ഓൺ ചെയ്തു. അപ്പം ഞാൻ ഒരു ഡൽഹി അമേരിക്കയിലുള്ള പാസ്റ്റർ മാത്യുമൻ എനിക്ക് തന്ന ഒരു റയറി സ്റ്റഡി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ബൈബിൾ കിട്ടിയുകൊണ്ട് ഇംഗ്ലീഷ് അധികം പരിചയമില്ലെങ്കിലും പഠിക്കാനുള്ള കൊതി. രാത്രി ഒരു 11:30 ഇവൻ ഈ ബൈബിൾ അങ്ങോട്ട് കണ്ടോണ്ട് എടുത്തൊരൊറ്റ ഏറെറിഞ്ഞേച്ച് എന്നോട് പറഞ്ഞു, ആഹാ, ഞാൻ എന്നും രാത്രി ഇതിലേ പോകുമ്പോൾ ഈശു ഈശു നീ പറഞ്ഞ അച്ഛ ഇതാ നിൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞു, എടാ 30 കോടി ദേവന്മാരുള്ള നാട്ടിൽ നീ നിൻ്റെ ദൈവത്തെ വിളിച്ചോ, യേശുവിനെ വിളിച്ചോ, പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. 40 മിനിറ്റ് അവൻ ആ പ്രാർത്ഥന പ്രാർത്ഥിപ്പിക്കാൻ ഈ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. ഒടുവിൽ ഞാൻ വിധേയപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വയലൻ്റായി, ഭ്രാന്ത് പിടിച്ചു. എൻ്റെ കവിള് കുത്തിപ്പിടിച്ച് അണ്ണാക്കിലോട്ട് അവൻ്റെ കൈയിട്ടു. ബാക്കി ശാരീരിക പീഡകൾ, ഇടിയും തൊഴിയും ഒക്കെ തന്ന് എനിക്ക് അതിനെ ഞാൻ, പക്ഷേ ഇന്നും മറക്കാൻ, അവൻ എൻ്റെ അണ്ണാക്കിനകത്ത് കൈയിട്ടു. നിൻ്റെ നാക്ക് ഞാൻ പിഴുതുകളയും ഇവിടെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇനി നിൻ്റെ ദൈവത്തിൻ്റെ പേര് പറയാൻ ഈ നാക്കിനെ അനുവദിക്കത്തില്ല. അതിഭയങ്കരമായിരുന്നു.
പെട്ടെന്ന് എപ്പോഴാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഇവൻ എന്നെ പിടിച്ചെന്നിട്ട് കഥകയിലോട്ട് ഒരൊറ്റ വലിയ കഥക, വലിയ ഒരു ഹവേലിയാണ്, വലിയൊരു ബിൽഡിങ്. അതിലങ്ങോട്ട് ചെന്ന് ഞാൻ ഇടിച്ചപ്പോൾ തൊട്ടടുത്തൊരു കനാലാണ്. ആ ശബ്ദം ഞാൻ ഹല്ലേലൂയ എന്ന് വിളിച്ച എക്കോ കേട്ടിട്ട് അടുത്തുള്ള മലയാളികളെല്ലാം കൂടെ കൂടി ഈ OS ബേബി ബ്രദറിനെ വിളിച്ചുകൊണ്ട് വന്നു. 83 കാര്യമാണ്. കുറച്ച് മലയാളികളും ഹിന്ദിക്കാരുടെ ചേർന്ന് ആ നിഷ്ഠൂരൻ്റെ കയ്യിൽ നിന്ന് എന്നെ അവർ രക്ഷിച്ചു. അതിൻ്റെ ആ കഥക്കകത്ത് ഒരു പാട്ടുകൂടെ ഉണ്ട്. എല്ലാവരും പറഞ്ഞു ഈ സഹദേവ് അവൻ അവിടുത്തെ ഒരു വെൽ നോൺ ഗുണ്ടയുമാണ്, പിന്നെ കളിക്കാരനുമാണ്, വലിയ അജാനബാഹുവാണ്. അവനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു നോ, ഞാൻ കേസ് കൊടുക്കത്തില്ല. കേസ് കൊടുത്താൽ പിന്നെ നമ്മുടെ വേല അവിടെ നടക്കത്തില്ല. അതാ അതിൻ്റെ അകത്തുള്ള വേറെ. ഞാൻ കേസ് കൊടുക്കത്തില്ല. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പം എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അദ്ദേഹത്തെ ആ വേല അവിടുത്തെ ചുമതല റെയിൽവേ ഉദ്യോഗസ്ഥന് ജോലിയും കൂടെ ചെയ്യും, കർത്താവിൻ്റെ വേലയും ചെയ്യും. അദ്ദേഹം അങ്ങോട്ട് പോകുമ്പം വെളുപ്പിലെ 3:30 ഒരു ഡെഡ് ബോഡി ആണെന്ന് തോന്നുന്നു പട്ടി നക്കുന്നു. ഇദ്ദേഹം സൈക്കിളിൽ നിന്ന് ഇറങ്ങി അത് നോക്കിയപ്പോൾ ഈ സഹദേവിൻ്റെ ഡെഡ് ബോഡി പട്ടി നക്കുക. റിക്ഷാക്കാരപ്പുറത്തിരിപ്പുണ്ട്. അവർ പറഞ്ഞു തുജ മദ്രാസി തുജ. ഞാൻ പറഞ്ഞത് എന്നെ എവിടെ ഉപദ്രവിച്ചോ അതിൽ നിന്ന് 300 മീറ്റർ അപ്പുറത്തായിട്ട് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ അവനോട് ദൈവം ആ ക്രിയ ചെയ്തു. നമ്മുടെ ശത്രുക്കളുടെ ദുരന്തമായ അവസാനത്തിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിലും യുദ്ധം യഹോവയ്ക്കുള്ളത്. ആ മണ്ണിൽ ആഗ്ര ഭരത്പൂർ ബെൽറ്റിൽ 100 കണക്കിന് ആത്മാക്കളെ ദൈവം എനിക്കും മറ്റ് സംഘടനകൾക്കും പിന്നീട് തരുവാൻ ഇടയായിത്തീർന്നു. സോ ഇറ്റ്സ് ഒരുപാട് സംഭവങ്ങളിൽ ഒന്ന്. പാസ്റ്ററുടെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരി പ്രചോദനം തരുന്നതാണ്. പ്രത്യേകിച്ച് വടക്കേന്ത്യൻ മണ്ണിൽ ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ച് ദൈവം ഇന്നയോളം നടത്തിയല്ലോ. സാധാരണ ഈ മിനിസ്ട്രിയിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു ഡിസിഷനാണ് വിവാഹത്തിൻ്റെ തീരുമാനം. പാസ്റ്റർ ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറിയായി പ്രവർത്തനങ്ങളൊക്കെ വ്യാപൃതനായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഈ വിവാഹ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടു, എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആ വിഷയത്തിൽ ആങ്ഷ്യസാണ്. അപ്പം എങ്ങനെയാണ് പാസ്റ്റർ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്, തുടർന്നുള്ള കുടുംബജീവിതത്തെക്കുറിച്ചുകൂടെ 1-2 കാര്യം ഓർപ്പിക്കാമെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു. കഴിഞ്ഞ 37 വർഷം കഴിഞ്ഞു ഞങ്ങളുടെ കുടുംബജീവിതം. 3 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. 3 പേരും മിഷണറിമാരാണ്. ഹിന്ദി ബെൽറ്റിലെ മിഷണറിമാരെ കൊണ്ടാണ് അവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. 5 കൊച്ചുമക്കളെ തന്നു. 85 ഞങ്ങളുടെ വിവാഹം നടന്നത്. എൻ്റെ ഫാദർ രാജസ്ഥാനിൽ വന്ന് മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നാട്ടിൽ ചില പെൺകുട്ടികളെ കണ്ടുവച്ചു. ഞാൻ ചെല്ലുക, വിവാഹം കഴിക്കുക. അതിലുപരി ഞാൻ പറഞ്ഞ അച്ഛൻ കണ്ടുവച്ചോ, ഞാൻ വന്ന് കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കണ്ട 1-2 പെൺകുട്ടികൾ ഒന്നുകിൽ പെൺകുട്ടി അഭിഷേകം പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിഷൻ മാത്രം ചെയ്യാമെന്നുള്ള തീരുമാനമില്ല. ഈ 2 കാര്യങ്ങളിൽ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ തീരുമാനവുമായിട്ട് അത് കോംപ്രമൈസ് ചെയ്യാവുന്നപ്പം അത് നടക്കുന്നില്ല. ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്ത എൻ്റെ ജീവിത സഖി ഒന്ന് സുവിശേഷ വേല മാത്രം ചെയ്യാമെന്ന് തീരുമാനമുള്ള രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചൊരു പെൺകുട്ടിയായിരിക്കണം. 2 നോർത്ത് ഇന്ത്യയിലെ ഏതനുഭവവും സഹിക്കാനുള്ള ഒരു സന്നദ്ധത. സുവിശേഷ വേലയാണെങ്കിലും കേരളത്തിൽ ചെയ്ത, പക്ഷേ അല്ല, നോർത്ത് ഇന്ത്യയിൽ തന്നെ എരിഞ്ഞ് അവസാനിക്കാനുള്ള സന്നദ്ധയുള്ള. അപ്പോൾ അങ്ങനെ ഈ 2 കാര്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചെന്നിടത്തെല്ലാം ഒന്നുകിൽ പെൺകുട്ടി അഭിഷേകം പ്രാപിച്ചായിരിക്കത്തില്ല, അല്ലെങ്കിൽ സുവിശേഷ വേല മാത്രം ചെയ്യാമെന്നുള്ള തീരുമാനമില്ല. ഞാൻ പറഞ്ഞു എനിക്കത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ പേര് പ്രിയ എന്നാണ്. അടൂർ പാണന്തുണ്ടിൽ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. അന്ന് പപ്പ കുണ്ടറ സെറാമിക്സ് ഫാക്ടറിയിലെ ജോലിയായിരുന്നു. ഒരു സൂസമ്മാമ എന്ന് പറഞ്ഞ അടൂർ സെൻട്രൽ ഒരു സുർബി എന്ന് പറഞ്ഞ കട നടത്തുന്ന ബിസിനസ്സുള്ള അന്ന് അച്ചായൻ ഗൾഫിലായിരുന്നു. ആ കുടുംബമാണ് ഈ പ്രപ്പോസൽ. ഡി ഫിലിപ്പ് പാസ്റ്റർ, ഷാരോണിലെ ഡി ഫിലിപ്പ്. ഈ പ്രപ്പോസൽ ഇവർ ഷാരോൺ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഈ പ്രപ്പോസൽ കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് വേറൊരു മീറ്റിങ്ങിനോ മറ്റോ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ
എൻ്റെ സ്നേഹിതൻ എന്ന നിലയിൽ ഡി ഫിലിപ്പിനെ കാണാനായിട്ട്, പാസ്റ്റർ ഡി ഫിലിപ്പിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. ഈ സൂസമാമയുടെ വീട്ടിൽ കണ്ടേക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരുടെ തേടിയ വള്ളി കാലേ ചുറ്റി എന്നൊരു എക്സൈറ്റ്മെൻറ്റ് വേർഡ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തുവാ, എന്നെ ഇപ്പം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കും. അപ്പോഴാണ് പറഞ്ഞത്, അതാണ്ട് ഈ എൻവലപ്പ് കണ്ടോ, യോനാം പാസ്റ്റർ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പാസ്റ്ററുടെ വീട്ടിലേക്ക് ഞങ്ങൾ പാസ്റ്റർക്ക് വേണ്ടി ഒരു കത്തയക്കുകയായിരുന്നു. ഇപ്പോൾ അത് എഴുതി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞു. എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, 4 പെൺപിള്ളേരുള്ള വീട്ടിലെയാണ്, ഒരാങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രിയ എന്നാണ് ഒഫീഷ്യൽ നെയിം, സുജ പേര്, പാസ്റ്ററുടെ മിനിസ്ട്രിക്ക് പറ്റിയതാണ്. അത്രയും കേട്ടപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചാച്ചൻ എന്ത് പറയുന്നു അതനുസരിച്ച് എനിക്ക്, അത് സാരമില്ല, സൂപ്രണ്ട് സാറിനോട് ഞാൻ സംസാരിച്ചോളാം, പാസ്റ്റർ കാര്യം ചെയ്യും, പെൺകുട്ടിയെ ഒന്ന് കാണും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ചാച്ചൻ അറിയാതെ ഞാൻ പെൺകുട്ടിയെ കാണത്തില്ല. ഉടനെ പറഞ്ഞു, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. സൂസ്മാമ പ്രിയയെ ആ വീട്ടിൽ തന്നെ വിളിച്ച്, അച്ചാച്ചനെ അറിയാതെ ഒരു പെൺകുട്ടിയെ കാണാനുള്ള ധൈര്യം വരുന്നില്ല, പെർമിഷൻ കിട്ടിയിട്ടില്ല. ഏതായാലും ഞാൻ പ്രിയയെ 1/2 മണിക്കൂർ ഇൻ്റർവ്യൂ ചെയ്തു ആ സൂസ്മാമയുടെ വീട്ടിൽ വെച്ച്. എൻ്റെ അന്ധകരണത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ജീവിത പങ്കാളിയാണെന്ന് എനിക്ക് ഉറപ്പ് വന്നു. ഞാൻ അവിടുന്ന് വീട്ടിൽ പോയി. ഇതിനിടയ്ക്ക് സംഭവം, ഞാൻ ഇത് ചെല്ലുന്നത് തന്നെ അന്ന് എനിക്ക് വേറൊരു പെൺകുട്ടിയെ കാണാൻ അച്ചാച്ചൻ പറഞ്ഞു വെച്ചിരുന്നു, പോയി കണ്ടേച്ച് അഭിഷേകം പ്രാപിച്ചില്ലെന്നുള്ള കാരണത്താൽ റിജക്റ്റ് ചെയ്ത ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, മോനെ പോയി കണ്ട ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി? ഞാൻ പറഞ്ഞു, അഭിഷേകം പ്രാപിച്ചല്ല, നമുക്ക് പറ്റത്തില്ല. ഓക്കെ, സ്തോത്രം എന്ന് പറഞ്ഞു. അച്ചാച്ചനോട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചിയോട് ഇന്ന് രാത്രി പറഞ്ഞു, ഇതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടു, പ്രിയ എന്നാണ് പേര്, സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫാദർ അമ്മച്ചിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. എൻ്റെ അമ്മാച്ചന്മാരെയും കൊച്ചമ്മയും കൂടെ കൂട്ടിക്കൊണ്ട്. എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ വിളിച്ചു. അവിടെ ചെന്ന് അന്ന് വൈകിട്ട് തന്നെ പ്രിയയുടെ പപ്പായും ഒക്കെ എൻ്റെ വീട്ടിൽ വന്നു. ചുരുക്കം പറഞ്ഞാൽ, തിങ്കളാഴ്ച ഞാൻ പോയി കണ്ടെങ്കിൽ ശനിയാഴ്ച കല്യാണം ഉറച്ചു, തിങ്കളാഴ്ച കല്യാണം നടന്നു, 3 ദിവസത്തെ ഗ്യാപ്പിൽ കല്യാണം നടന്നു. പിറ്റേ വ്യാഴാഴ്ച ഞാൻ രാജസ്ഥാനിന് പ്രിയമായിട്ട് പോവുകയും ചെയ്തു. സോ ദൈവം എനിക്കൊരുക്കിയ ഒരു ഉത്തമ ജീവിത സഖിയെന്ന് 37 വർഷത്തെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയിൽ അത് പൂർണ്ണ ബോധ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. സ്വതന്ത്രം അന്ന് പ്രിയയുടെ വീട്ടിലൊക്കെ ഒരുവിധം മാന്യമായി ജീവിക്കുക, കുണ്ടറ സെറമിക്സ് ഫാക്ടറി ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പപ്പായ്ക്ക് ഇവർക്കെല്ലാം നല്ല ഒരാങ്ങളെയുള്ള ആങ്ങളെ ഗൾഫിലായിരുന്നു. അതൊക്കെ വിട്ടേച്ച് രാജസ്ഥാനിൽ 60 രൂപയുടെ ഒരു കൊച്ചു മുറിക്കകത്ത് ഒരു സോസ്പാൻ, കാരണം 400 രൂപയുടെ പാത്രമാണ് ക്യാപ്റ്റൻ ജാൻ അന്ന് തന്ന പണത്തിൽ നിന്ന് മേടിച്ചത്, ഒരു സോസ്പാൻ. അതിൽ നിന്ന് ചായ മാത്രമല്ല, വിരുന്നുകാർ വരികയാണെങ്കിൽ ചോറ് വേവിച്ചേച്ച് സോസ്പാനിലോട്ടിടും, ആ ചോറ് പാത്രത്തിൽ ഒരു കറിയും കൂടെ വെക്കണം. അപ്പോൾ അത്രയും, പിന്നെ ഈ ഗ്യാസ് അടിക്കുന്ന സ്റ്റൗവ്. ബട്ട് ഷീ നെവർ മർമേർഡ്. മക്കളെ വളർത്തുന്ന കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അൽവർ പട്ടണത്തിൽ 20 കൊല്ലം 19 വർഷം വർക്ക് ചെയ്തിട്ട് ഒരു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ് 15 വാടക വീടുകൾ മാറി 16ാമത്തെ വീട്ടിലേക്ക് വന്ന ആ സമയത്ത് അവിടുന്ന് വെറും 1998 ഫെബ്രുവരി മാസം 29-ാം തീയതി ആ ബിൽഡിംഗ് ഡെഡിക്കേറ്റ് ചെയ്തു. 16ാമത്തെ ഷിഫ്റ്റിങ്ങാണ്. ആ ബിൽഡിങ് ഡെഡിക്കേറ്റ് ചെയ്ത് 2.5 മാസത്തിനകം വെച്ച് ദൈവം തന്നൊരു ദർശനം അനുസരിച്ച് അത് വിട്ടേച്ച് ജയ്പൂരിലേക്ക് മാറുന്ന കഠിനമായ സ്റ്റെപ്പ് ഞാൻ എടുത്തപ്പോഴും എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഏത് സ്റ്റെപ്പിലും. സോ ഐ ഫീൽ പ്രൗഡ് ആൻഡ് ഗോഡ് ഹാസ് ഗിവൺ മീ ദ റൈറ്റ് ലൈഫ് പാർട്ട്ണർ. താങ്ക് യു. പലപ്പോഴും ശുശ്രൂഷയിലുള്ള പലരും പറയുമ്പം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴാണ് പല സമയത്തും നമ്മുടെ സഹോദരിമാരിലെ സ്ത്രീകൾ അങ്ങോട്ട് യോജിക്കാതെ വരുന്നത്. അങ്ങനെയുള്ള മറ്റു പല ഹാർഡ് ഡിസിഷൻസും പാസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ലോൺ എടുത്ത് മിനിസ്ട്രി ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഒന്ന്
പറയാമോ? അതിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ത്? ഇപ്പം ഞാൻ പേഴ്സണലി ഞാനോട് യോജിക്കുന്നില്ല. കാരണം ലോൺ എടുത്ത് സുവിശേഷ വേല ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റർ അങ്ങനെയുള്ള ഹാർഡ് സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സുവിശേഷ വേലയിൽ കൈ കിട്ടിയിട്ടുള്ള അനേക വിദേശ യാത്രകൾ ചെയ്യാൻ, കൈ കിട്ടിയിട്ടുള്ള പണം മുഴുവൻ കർത്തൃവേലയ്ക്ക് വേണ്ടി ചിലവാക്കിയെന്ന് പൂർണ്ണ അഭിമാനത്തോട് പറയാം. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം ഒരു 22-23 റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോ 950 ഗ്രാമുള്ള 22-23 റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോ എങ്കിലും പെർ ഡേ റബ്ബറുണ്ട്, പറങ്കിമാവുണ്ട്, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രിയയ്ക്കും അതുപോലായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ ഈ കാര്യങ്ങളോ ഒന്നും സാധാരണ സ്കൂളുകളിൽ പഠിപ്പിച്ചു. ഇതെല്ലാം ചെയ്തു. മിനിസ്ട്രിക്ക് വേണ്ടി വന്ന സമയങ്ങളിൽ വീടും വണ്ടിയും ഒക്കെ ലോൺ വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവാക്കാൻ. കാരണം 74ഓളം ഇന്ന് മിഷണറിമാരുണ്ട്. അതിൽ 53-54 പേർക്ക് എല്ലാ മാസവും സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഈ ജസ്റ്റ് എൻ്റെ മേ ബി ഇച്ചിരി ഡിഫറൻസ് ആണെങ്കിലും ഈ കൊറോണ കാലത്ത് ഒരു 15% മിഷണറിമാർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി. ക്രോസ് കൾച്ചറൽ മിഷണറിമാർ നമുക്ക് നഷ്ടമായി. 15% എങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ട്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനില്ല, അവർക്ക് വീട്ടുപാട്, ഒരു വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാൽ ചെല്ലണ്ട, ഒരു സ്തോത്ര കാഴ്ചയില്ല. നമ്മൾ പലരും അവരെ മറന്നു കളഞ്ഞു. എൻ്റെ ചർച്ചിലെ ചില സഹോദരിമാർ എൻ്റെ വൈഫിനെയും എൻ്റെ മോളെയും വിളിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളുടെ TC കട്ട് ചെയ്യുക, ഫീസ് കൊടുക്കാനില്ല. എത്ര ഫീസാ? 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് 2 കൊല്ലത്തെ ഫീസ്. ഇപ്പോൾ 800 രൂപ 700 രൂപ കുറഞ്ഞു എങ്ങും ഒരു ഫീസില്ല. 3 കുഞ്ഞ് പഠിക്കും 2400 ഗുണം 36 എത്രയായി? ഒരു വീട്ടിൽ ഒരു മിഷണറി എവിടെ നിന്നുണ്ടാക്കും? മന്ത്ലി എങ്ങനെയും അങ്ങ് നടക്കും, TC കട്ടി. അല്ലാതെ അങ്ങനെ ചില നിലവിളി വന്നപ്പം ഞങ്ങൾ ഹൃദയത്തിൽ വളരെ ഭാരപ്പെട്ടു. മറ്റുള്ളവരുമായിട്ട് അപ്പം ഞാൻ പാസ്റ്റർ, ഇപ്പം നമ്മുടെ പാസ്റ്റർ അനുസി സാമുവൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഇത് പലരുടെയും സ്ഥിതി, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരോടും ഒന്ന് ചോദിക്കാം. പാസ്റ്റർ പറഞ്ഞു, ചോദിച്ചാൽ പാസ്റ്ററെ അവർക്ക് കൊതി വരും, ഒരു പ്രതീക്ഷ കിട്ടും, നമ്മൾ എങ്ങനെ കൊടുക്കും? ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ എത്ര പേരുടെ ഫീസ് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഒന്ന് തരണം. 11.5 ലക്ഷം രൂപ ഞങ്ങളുടെ പാസ്റ്റർമാരുടേത് മാത്രം പെൻഡിങ് ഉണ്ട്. ഫീസ് പെൻഡിങ്. അവരെന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ പഠിത്തം പോയി. 3 കൊല്ലം പഠിച്ചവർ 11.5. ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, ചോദിച്ചതും അബദ്ധമായി പോയല്ലോ. കാരണം ഒരു 2 കുഞ്ഞുണ്ടെങ്കിൽ 1000 രൂപ വെച്ചും, 1000 രൂപയുടെ സ്കൂളൊന്നും ഇല്ല ഇപ്പം. ഒരു 1000 രൂപ വെച്ച് 2000 ആയി 2 കുട്ടികൾക്ക്. 36 മാസത്തെ. അപ്പോൾ 1.5 ലക്ഷം രൂപ ഒരു കുടുംബത്തിന്. അപ്പം നമുക്ക് 55 അടുത്ത് പാസ്റ്റർമാരുടെ മന്ത്ലി സപ്പോർട്ട് നമ്മുടെ ഓഫീസ്, അതുകൂടാതെ ബൈബിൾ സ്കൂൾ ടീച്ചേഴ്സിൻ്റെത് വേറെ, ഓഫീസ് സ്റ്റാഫ് വേറെ, അതെല്ലാം വേറെ. അപ്പം ഈ ഭാരം എങ്ങനെ നടക്കും? മന്ത്ലി. പിന്നെ അത് കൂടാതെ കൊറോണ കാലത്ത് അനേക ദൈവമക്കളുടെ കൈത്താങ്ങൽ കൊണ്ട് 700 കുടുംബങ്ങൾക്ക് റെഗുലറായി 7 പ്രാവശ്യമെങ്കിലും ഫുഡ് കൊടുത്തു, കിറ്റ് കൊടുത്തു. 20 കിലോ അരി, 10 കിലോ 20 കിലോ ഗോതമ്പ്, 10 കിലോ അരി, 3 കിലോ എണ്ണ, 2 കിലോ പഞ്ചസാര, ഇങ്ങനെ ഉള്ള ഒരു 2000 രൂപയുടെ അടുത്തുള്ള കിറ്റുകൾ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് അവത്തുങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നില്ല. അത് പാസ്റ്റർമാർ മാത്രമല്ല, ഇത് പിന്നെ സൂമിലൊക്കെ പ്രസംഗിച്ചപ്പോൾ പല ദൈവമക്കളും തന്ന ഇതൊന്നും എൻ്റെ. അപ്പം ഞാൻ ഈ ഫീസിൻ്റെ തുക 11.5 ലക്ഷം രൂപ എൻ്റെ ലിസ്റ്റുണ്ട്. ഞാനും പാസ്റ്റർ ഇതെന്ത് നമുക്ക് ചെയ്യാൻ കഴിയും? അനുപാസ്റ്ററുടെ സഹിതം കുഞ്ഞുങ്ങളെ വിഷയങ്ങളാണ്. ദൈവമക്കൾ ഈ കാര്യത്തിൽ കൈത്താങ്ങിയതിൽ നിന്ന് 5.5 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ 11 പറഞ്ഞതിൻ്റെ പകുതിയെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. പിന്നെ മന്ത്ലി ഒരു മാസം
ഞാൻ ഇതിനിടയ്ക്ക് ഒരു വാക്ക് നാടി ചെയ്തോട്ടെ. എൻ്റെ ബിനു സാർ എന്നോട് ചോദിക്കും, യോഹന്നാൻ പാസ്റ്റർ എത്ര പേരുണ്ട്, എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര പാസ്റ്റർ, അത് ചോദിക്കുമ്പോഴേ എനിക്ക് ഒരു 100 കുറഞ്ഞ എൻ്റെ മുഖം ഒരു ക്രെഡിറ്റ് വേണ്ടേ. ഞാനൊരു ഫാക്റ്റ് പറയുക. പക്ഷേ ബിനു സാർ എന്നോട് ചോദിക്കണം, പാസ്റ്റർ ഈ 100 പാസ്റ്റർ 800 പാസ്റ്റർമാരുണ്ട്, 700 പാസ്റ്റർമാരുണ്ട്, അവർക്ക് എന്തോ കൊടുക്കുന്നേ സാറെന്ന് പറ. ഈ കോഴഞ്ചേരിയിൽ അല്ലെങ്കിൽ ഈ പത്തനംതിട്ടയിൽ ഒരു കടയിൽ തുണി നോക്കാൻ നിന്നാൽ അവന് 8,000 രൂപയും കുറഞ്ഞ പക്ഷം. ഇന്ന് ഞങ്ങളൊരു വീട്ടിൽ പോയി, ഇപ്പം നമ്മൾ പറഞ്ഞ ആ വീട്ടിൽ, അവിടെ ഒരു എൻ്റെ നാട്ടുകാരി ഒരു പെങ്കൊച്ച് അവിടെ കൂലിപ്പണിക്ക് നിൽക്കുക, 35,000 രൂപ അവൾക്ക് മാസം, ഡെയിലി 1,300 അല്ലേ രൂപ വെച്ച് അവൾക്ക് വേണം. ഒരു പാസ്റ്റർക്ക് എത്ര? ഒരു പ്രസ്ഥാനം 2,000 രൂപ. ഇതെന്നെ കേൾക്കുന്ന എൻ്റെ സാറേ, ഇത് നമ്മൾ വളരെ എംഫസൈസ് ചെയ്യണം. അതെ, അല്ല ഞാനും ചിന്തിച്ചിട്ടുണ്ട്. കാരണം പല സമയങ്ങളിലും സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് 2,000-3,000 രൂപ, മാക്സിമം 4,000 രൂപ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു മിഷണറി കുടുംബം എങ്ങനെ ജീവിക്കും? നമ്മൾ പിന്നെ സാറിന് ഒരു 2,000 തരാനൊക്കത്തുള്ളൂ, തന്നു. എനിക്ക് അത് പിന്നെ വേറെ 4,000 കൂടെങ്കിലും ഒരു മിഷണറിക്ക് വേണ്ടി റേസ് ചെയ്യാനുള്ള സാറിന് പറ്റും. ഇപ്പോൾ സപ്പോർട്ടേഷനും വരുന്നത് എന്താ, 500 രൂപ മതിയല്ലോ. അതാണ്ട് ഇന്നടത്തെ പാസ്റ്റ് പറഞ്ഞ 500 രൂപ മതി. ആ സംഘടന വി ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ടു ദ. ഒരു MBAയും MTHും ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു മിഷണറിക്ക് ഞാൻ പറയുന്നത് 15,000 രൂപയെങ്കിലും മിനിമം കൊടുത്തിരിക്കണം. മിനിമം നമ്മൾ ആ കൺസെപ്റ്റിൽ മിഷൻ ഹെഡ്സ് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ പറയാം, ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ 3 കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഈ മിഷണറിമാരുടെ ആവശ്യങ്ങൾ എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്? വീട് പണയം വെച്ചു, 25 ലക്ഷം എടുത്തു. സാർ ചോദിച്ചോണ്ടാ കേട്ടോ, ഞാൻ എൻ്റെ കാറ് കൊണ്ടുപോയി പണയം വെച്ചു, 15 ലക്ഷം എടുത്തു. കാരണം ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നിടത്ത് പോയി. അങ്ങനെ അപ്പോൾ ഇതൊക്കെ വരുമ്പം പ്രിയയ്ക്ക് ഭയങ്കര, ഞാൻ വീട് പണയം ഒരു പ്രൈവറ്റ് കാറിന് കൊണ്ടുവച്ച്, എനിക്കിപ്പം ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സണ്ണിൻ്റെ അത് എടുത്തുകൊണ്ട് വന്നപ്പം ആ പേപ്പറൊന്ന് വായിച്ചു, എന്നെ കേൾപ്പിച്ചു. എനിക്ക് ഏതെങ്കിലും സാഹചര്യത്താൽ ഈ പണം കൊടുക്കാനൊക്കത്തില്ലെങ്കിൽ എൻ്റെ വീട് നിരുപാധികം അവയാൾക്ക് ഏറ്റെടുക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നും, ഞാൻ അയാളുടെ നിന്ന് മേടിച്ചത് 25 ലക്ഷം ആണെങ്കിൽ അയാൾ അവിടെ ബ്ലാങ്ക് ആയിട്ടേക്കുന്നത്, എഴുതിയിട്ടില്ല, എന്നെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ട്. എത്ര പേർ സ്റ്റിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ തേങ്ങി കരഞ്ഞിട്ടുണ്ട് എൻ്റെ വൈഫ്. പക്ഷേ നോ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രിയോടൊരു കാര്യം ചോദിക്കും, മക്കളെ കെട്ടിച്ച് എത്രയോ പേർ കടം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മിഷണറിമാരുടെ കണ്ണുനീരൊപ്പാൻ, അവർക്ക് റേഷൻ എത്തിക്കാൻ, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അവരുടെ മന്ത്ലി സപ്പോർട്ട് കൊടുക്കാൻ പലിശയ്ക്ക് എടുക്കേണ്ടി വന്നാൽ എടുത്തിട്ടുണ്ട്. ഇന്നും അത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് അമേരിക്കയിൽ പോക്കോ വിദേശ രാജ്യ യാത്രകളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം എൻ്റെ പിന്നിൽ ഒരു സംഘടനയില്ല, എൻ്റെ സഹോദരങ്ങളാരും റേസ് ചെയ്യാനില്ല. ബട്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദയിലും കൊണ്ട് അഭിഷേകം ചെയ്ത് എന്നെയും 74 മിഷണറിമാരെയും ക്ഷേമമായി നടത്തുന്നു. ബട്ട് ഹർ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് ദിസ്. അതെ, അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ മിനിസ്ട്രിയെ സ്നേഹിക്കുന്നവർ, ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളികൾ. ഇപ്പം പങ്കാളി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അതെല്ലാം ഒരു അനുഗ്രഹമാണ്. ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബദേൽ മിനിസ്ട്രീസ് ജയ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? അതെങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഭാവി വർക്കുകൾ എന്തൊക്കെയാണ്? ഞാൻ 60 രൂപയുടെ ഒരു മുറിക്കകത്ത് തുടങ്ങി. എനിക്ക് സുവിശേഷം അറിയിക്കണമെന്നുള്ളൊരു പ്രാന്ത് അന്നും ഇന്നുമുണ്ട്. ഇന്നും എൻ്റെ വണ്ടിയിൽ ഒരു 1000 ട്രാക്റ്റ് എങ്കിലും കാണും. ഇപ്പോഴും കൊണ്ടുവന്ന ഹിന്ദി ട്രാക്റ്റുകൾ ആൾമോസ്റ്റ് കൊടുക്കാവുന്ന കോഴഞ്ചേരി കർണാടക പാസ്റ്റർ വീട്ടിൽ വെച്ചിട്ടുണ്ട്, കൊട്ടാരക്കര വെച്ചിട്ടുണ്ട്. സുവിശേഷീകരണം എൻ്റെ രക്തമാണ്. എനിക്കതില്ലാതിരിക്കാനൊക്കത്തില്ല.
നമ്പർ 1 അതിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അൽവറിൽ ഞാൻ താമസിച്ച 19 വർഷം, ഞാൻ പറഞ്ഞല്ലോ ബ്രദർ ദൊരാജ് മരിച്ച മണ്ണിൽ 15 വാടക വീട് മാറി 16ലേക്കാണ് വന്നത്. ഈ വാടക വീടുകളിൽ താമസിക്കുന്ന കാലത്തും ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്നൊക്കെ 8ഉം 10ഉം പിള്ളേരെ ടീം വർക്കിന് കൊണ്ടുവരും. അവരുടെ 3 മാസത്തെ അവധിക്ക് എൻ്റെ കൂടെ താമസിക്കുന്നത്. ഈവൻ കുമ്പനാട്ട് ഹെബ്രോനിൽ നിന്ന് വരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഈ കാലഘട്ടങ്ങളിൽ ഞാൻ അവരെ. അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞു, അന്നേരം ചോറ് വെക്കുന്ന പാത്രത്തിനകത്ത് നിന്ന് പിന്നെ ചോറ് സോസ്പാനിനകത്ത് കുടഞ്ഞിട്ടായിരിക്കും ട്രാക്റ്റ് കൊണ്ടുപോയി 10 പൈസയുടെ ട്രാക്റ്റ് ഉച്ച വരെ 11 മണി വരെ വിൽക്കുന്ന പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയി 2 കിലോ ഇറച്ചിയും മേടിച്ച് 3 കിലോ അരിയും മേടിച്ച് കൊടുത്തു വെച്ചായിരിക്കും ബാക്കി. കാരണം ഒരു 3 മണിക്ക് വരെ പ്രിയയ്ക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള അവകാശം കിട്ടാനായിട്ട്. അത്രയും കമ്മിറ്റ്മെൻറ്റ് ഇന്ന് പല ആളുകളിലും കാണുന്നുമില്ല. ഈ രാവിലെ ഗ്രേസിൽ നിന്ന് വരുന്ന പിള്ളേർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബൈബിൾ സ്കൂളുകളിൽ നിന്ന്, അന്ന് ഞങ്ങൾക്ക് സ്വന്തം ബൈബിൾ സ്കൂളില്ല, ആ കുഞ്ഞുങ്ങളെ ട്രാക്റ്റും കൊടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് വിട്ടേച്ച് അവരുടെ കൂടെ ട്രാക്റ്റും കൊണ്ടുപോയി 10 പൈസയുടെ പുസ്തകം ഒരു 11 മണി വരെ വിൽക്കും. വിറ്റേച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ട് 2 കിലോ ഇറച്ചി, 1 കിലോയ്ക്ക് 1.25 2 രൂപയേ ഉള്ളൂ വില, അല്ലെങ്കിൽ 3 രൂപ. 2 കിലോ ഇറച്ചിയും മേടിച്ച് 3 കിലോ അരിയും മേടിച്ച് പ്രിയയുടെ കൊടുത്തേച്ച് ഞാൻ ഓടി ഇവരുടെ കൂടെ ചെല്ലും. 4 മണി വരെ ഇവരുടെ കൂടെ വർക്ക് ചെയ്തൊരു 3 മണിയും 4 മണിക്കും ഇടയ്ക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് സുവിശേഷീകരണം എൻ്റെ നൊമ്പരം. പിന്നെ എനിക്ക് അന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ബൈബിൾ ലീഗിൽ നിന്ന് ട്രാക്ട്, പിന്നെ പിൽക്കാലത്ത് എൻ്റെ പിന്നെ പരിചയത്തിൽ ഈ പല സൗത്ത് ഇന്ത്യൻ ട്രാക്റ്റും നോർത്ത് ഇന്ത്യയുടെ കൾച്ചറിന് പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചില ട്രാക്റ്റുകൾ എഴുതി അത് പ്രിൻ്റ് ചെയ്ത് ഇപ്പോഴും അത് ഞങ്ങളുടേതായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ബൈബിൾ സ്കൂളിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. ഇതായി ഭഗവാൻ സായി, കിഷൻലാൽ, 2-3 ചെറുപ്പക്കാർ 2ാം ക്ലാസ്സിൻ്റെ താഴെയുള്ളൂ. അവർ കർത്താവിങ്കിലേക്ക് വന്നപ്പം അവരെ പഠിപ്പിച്ച് വേലയ്ക്കാക്കാൻ നോക്കിയപ്പോൾ ബൈബിൾ സ്കൂൾ എടുക്കത്തില്ല. 10ാം ക്ലാസ്സും 7ാം ക്ലാസ്സെങ്കിലും പഠിക്കണ്ടേ. ഈ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ രാജസ്ഥാൻ ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയത്. കർത്താവിൻ്റെ കൃപയാൽ 17 ബാച്ച് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം കൃപ നൽകി. ഒരു ബാച്ചിൽ 24 ഹയസ്റ്റ് വന്നിട്ടുണ്ട്. അതും ഒരു അത്ഭുതം പറയാം. ഞാനേതോ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പ്രിയ വിചാരിച്ചു ജായ്ച്ചാൻ വരുമ്പോൾ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയല്ലേ, ഇടയ്ക്ക് പറയാം 1-2 ബാച്ചുകളിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം, അല്ലെങ്കിൽ 3 ബാച്ച് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കിച്ചൺ ഇത്രയും പേരുടെ കുക്കിങ് പ്രിയ തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു കുക്കിനെ കൂടെ വെക്കാൻ എൻ്റെ മക്കൾ ഡ്രൈവേഴ്സ് ആകാനുള്ള കാരണം അതാ. ഒരു ഡ്രൈവർക്ക് 10,000 രൂപ കൊടുക്കണ്ടേ. അതുകൊണ്ട് എൻ്റെ പെൺപിള്ളേർ തന്നെ അവർ ട്രാൻസ്ലേറ്റർ ആകാനുള്ള കാരണം അതാ. അവർ ഈ മിഷൻ്റെ പങ്കാളിത്തം അങ്ങനെ. അപ്പം ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പ്രിയ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൺവെൻഷന് എന്തെങ്കിലും കിട്ടിയ പോയിട്ട് കഷ്ടിച്ച് വീട്ടിൽ വന്നേ ഉള്ളൂ. അത്ഭുതമാണ്. ആ കാലഘട്ടം അങ്ങനെയല്ലേ. പാവപ്പെട്ട പഞ്ചാബികളോ ഹിന്ദിക്കാരോ അവരുടെ കയ്യിലൊന്നുമില്ല. നമ്മളെ വിളിച്ച് നമ്മുടെ ഉടുപ്പും നടപ്പും കണ്ടു കഴിഞ്ഞാൽ റോയലാന്നുള്ള ലുക്ക് ആൾക്കാരുടെ. പ്രിയ പറഞ്ഞു, രാജ പച്ചക്കറി ഒന്നുമില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല പിള്ളേർക്ക്. ഞാൻ വണ്ടി എടുത്തു. അന്ന് എനിക്കൊരു ഒമിനി വാന, ഇപ്പം ട്രാവലറുണ്ട് കേട്ടോ. വണ്ടി എടുത്ത് എൻ്റെ കൂടെ 2 പിള്ളേരെയും കൂടെ വണ്ടിക്കകത്ത് കയറ്റി പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കാം ആരെങ്കിലും അന്നൊരു ചെക്കോ വല്ലോ $50 വല്ലോ അങ്ങനെ ആരെങ്കിലും ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ ഉടനെ, അല്ല ബാങ്ക് കൊടുത്താൽ കിട്ടും. ഞാൻ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി. ഞാൻ $50 കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവിടെ ചെന്ന് മൂഡ് ഓഫായി. ഞാൻ അവിടുന്ന് മുമ്പോട്ട് വരുമ്പം പുറകെ വന്നൊരു വണ്ടി ചടാക്കെന്ന് പറഞ്ഞ് ഇടിച്ചു. അത് മുമ്പിൽ പോയ വണ്ടിക്കാരൻ സഡൻ നിർത്തി, ഞങ്ങൾ പോയി ഇടിച്ചു. അവൻ്റെ കുറ്റമാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞ് താഴെ കിടക്കുന്നു. ഞാനിതെടുത്ത് അവൻ്റെ കൊണ്ടു ചെന്നേച്ച് പറഞ്ഞു. അവനും നിർത്തി, ഇടാ വേണ്ട എൻ്റെ നമ്പർ പ്ലേറ്റ് നീ ഓടിച്ചു. അവൻ്റെ ഒരു വലിയ ഹൈഫൈ പയ്യനാണ്. അങ്കിൾ മാഫ് കരണ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പേഴ്സ് തുറന്നേച്ച് അവനൊരു മൊത്തം ഇങ്ങനെ 500-ൻ്റെ അന്ന്
അതൊക്കെ വലിയ അത്ഭുതം. 500 രൂപ നോട്ടൊന്നും ആരുടെയൊക്കെ ഇല്ലാത്ത കാലഘട്ടം. ഈ നോട്ടിൻ്റെ ബണ്ടിൽ ഇങ്ങോട്ട് എടുത്തേച്ച് അവനിങ്ങനെ എടുത്തത്, എത്ര വേണം എത്ര. ഞാൻ പറഞ്ഞു എനിക്കൊരു പൈസ വേണ്ട, എനിക്ക് എൻ്റെ വണ്ടിക്ക് എന്തെല്ലാം കേട് വന്നിട്ടുണ്ടോ. ഇവൻ എന്നെ അടിച്ചൊരു 1500 രൂപ അംഗീകരിപ്പിച്ചിട്ട് ഒരു കാർഡ് തന്നേച്ച് പറഞ്ഞു, ഞങ്ങളെ എത്ര രൂപ നിനക്ക് എന്നെ പപ്പ അടിക്കും, എന്നെ പപ്പ വഴക്ക് പറയും, ഞാൻ പപ്പ അറിയാതെ വണ്ടി എടുത്തുകൊണ്ട് വന്നാ എന്നും പറഞ്ഞ് ജീവനങ്ങ് പോയി. അവൻ്റെ പേഴ്സണൽ നമ്പർ എഴുതി എൻ്റെ കയ്യിൽ തന്നു, നീ വിളിച്ചാൽ മതി. ഞാൻ പോയി ഈ നമ്പർ പ്ലേറ്റ് എഴുതുന്നതിൻ്റെ അവിടെ ചെന്നേച്ച് ഞാൻ പറഞ്ഞു, പിന്നെ എടാ ഈ നമ്പർ പ്ലേറ്റ് മാറ്റി വെക്കുന്നു. അവൻ വന്ന് ആകെ നോക്കി പീച്ചേ നോക്കി, എൻ്റെ കയ്യിലിരുന്ന നമ്പർ പ്ലേറ്റ് ഞാൻ കൊണ്ടു കൊടുത്തു. ഏത് നമ്പർ പ്ലേറ്റാണ് മാറ്റണ്ടേ? ഞാൻ പറഞ്ഞ ഒടിഞ്ഞോ നിൻ്റെ ഇത്, അത് നിൻ്റെ അല്ലല്ലോ, നിൻ്റെ 2 നമ്പർ പ്ലേറ്റും ഒരു കുഴപ്പമില്ല, മറ്റവൻ്റെ ഒടിഞ്ഞു പോയേ. ഓ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. 1500 രൂപ. ഇന്നത്തേക്ക് 25 കൊല്ലം മുമ്പ് അതൊക്കെ ഭയങ്കര തുകയാ. കൊണ്ടുപോയി ആ മാസത്തേക്കുള്ള അത്യാവശ്യമുള്ള റേഷനും ആ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യമുള്ള പച്ചക്കറിയും മേടിച്ച് വീട്ടിൽ. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. 43 വർഷം കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ കുറയാതെ. വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ദൈവദാസനോട് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വേല വളരെ ശക്തമായിട്ട് രാജസ്ഥാനിൽ നടക്കുന്നുണ്ട്. പ്രിയ ആൻറ്റിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ പ്രിയ ആൻറ്റിയോടെ വന്നൊരു 2 വാക്ക് പറയും. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാടുന്നവരാണ്. കഴിഞ്ഞ ദിവസമാണെങ്കിലും പാസ്റ്റർ പാടിയ പാട്ട് ഒത്തിരി വൈറലായിരുന്നു. ഒത്തിരി ആളുകൾ അത് കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തു. ആൻറ്റിയും കൂടെ വന്ന് ഒരുമിച്ച് നിങ്ങൾ ആൻറ്റി 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നത്തെ സുവിശേഷകരോട് എന്താ പറയാനുള്ളത്, അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഒരു പാട്ടിന് 4 വരി പാടിയാലും സന്തോഷമാണ്. നമുക്ക് ആൻറ്റിയെ കൂടെ ഒരുമിച്ച് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രിയ ആൻറ്റി നമ്മളോടൊപ്പം ഉണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു യാക്കോബെ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവളാണ്. എൻ്റെ 11ാമത്തെ വയസ്സിൽ ദൈവസ്നേഹം ഞങ്ങളെ തേടി വന്നു. ആ കുടുംബത്തിൽ ഞങ്ങൾക്കൊരു സ്വസ്ഥതയുമില്ലായിരുന്ന സാഹചര്യം മുൻപിൽ കടന്നു വന്നു. എൻ്റെ മാതാവിന് ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. അവിടെ നിന്നും സൗഖ്യം കിട്ടാതെ, ട്രീറ്റ്മെൻറ്റ് ശരിയായി നടക്കാതെ, ഓപ്പറേഷന് ചെയ്യാതെ വണ്ണം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം ഇടയായി. അതിനുശേഷം ഒരു കർത്താവിൻ്റെ ദാസൻ വന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യത്തോടുകൂടെ ആ ദിവസങ്ങൾ കർത്താവ് പ്രവർത്തിച്ചു. അന്ന് തന്നെ കർത്താവ് വിടുവിച്ചു. അതോടുകൂടി ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു വഴി ദൈവം ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും, പപ്പ അമ്മച്ചി, ഞങ്ങൾ 2 സഹോദരങ്ങൾ, ഞങ്ങളെല്ലാവരുടെ സ്നാനപ്പെടുവാൻ തക്കണം ആ ദിവസങ്ങളിൽ കർത്താവ് സഹായിച്ചു. വിശ്വാസത്തിൻ്റെ പാതയിൽ കൂടി അനേക സ്ഥലങ്ങളിൽ എൻ്റെ മാതാവ് കടന്നുപോയി സാക്ഷ്യം പറയുവാനും അനേക രോഗികൾ, ഈ ബ്രെയിൻ ട്യൂമറുകാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തൊക്കണം ദൈവം സഹായിച്ചു. അത്ഭുത സൗഖ്യം, അത്ഭുതത്തിൻ്റെ സാക്ഷികളാക്കി കർത്താവ് ഞങ്ങളെ നിർത്തി. അത് കാരണം അന്ന് എനിക്ക് 11 വയസ്സേ ഉള്ളായിരുന്നു. എൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ഉണ്ടായി. ഞാൻ എൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് എനിക്കതിന് നന്ദി ദൈവത്തോട് കരയേറ്റണം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ കുഞ്ഞു പ്രായമാണ്, 11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഷാരോൺ ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 17ാമത്തെ വയസ്സിൽ മണക്കാല ഷാരോൺ ചർച്ചിൽ എവരിയോൺ ക്രൂസൈഡുകാരുടെ ഒരു മീറ്റിംഗ് വന്നപ്പോൾ എന്നെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് ഓട്ടർ കോൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ കർത്തദാസന്മാർ പറയുകയുണ്ടായി, ആരെ ഞാനിനി അയക്കേണ്ടു, ആരെ എനിക്കായി പോയിടും എന്നുള്ള വചനത്തിൽ കൂടി അവർ ഓട്ടർ കോൾ കൊടുക്കുമ്പോൾ ഞാൻ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുകയുണ്ടായി, കൽക്കട്ടയിലേക്ക് ആര് പോകും, ഒറീസയിലേക്ക്, ബീഹാറിലേക്ക്, രാജസ്ഥാനിലേക്ക് ആര് പോകും എന്നുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജസ്ഥാൻ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനും എൻ്റെ കൈപൊക്കുവാനും ഇടയാകി. എനിക്ക് അറിയത്തില്ല, രാജസ്ഥാനിനെ കുറിച്ചൊന്നും എനിക്ക് ഒട്ടുമൊന്നും അറിയത്തില്ല, ഒരു സ്ഥലങ്ങളെക്കുറിച്ചും ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും ആ രാജസ്ഥാനിനെ കുറിച്ച് വന്നപ്പോൾ എൻ്റെ കൈ അറിയാതെ പൊങ്ങുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ കർത്തദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് ഒരുപാട് പേര് ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം 17ാമത്തെ വയസ്സിൽ ഇങ്ങനെ പപ്പയോട് ഞാൻ പറയുകയുണ്ടായി, പപ്പ എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോകണം,
അങ്ങനെ പപ്പ ബൈബിൾ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, സാരമില്ല, ബൈബിൾ സ്കൂളിൽ പോകണ്ട, ഞാൻ നിനക്ക് ഇഷ്ടമാണെങ്കിൽ സുവിശേഷ വേല ചെയ്യാനായിട്ട് കർത്തദാസന്മാർ അങ്ങനെയുള്ള ആലോചന ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം 3ാമത്തെ ദിവസം ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കടന്നുപോയി. പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും കർത്താവ് വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഓളങ്ങളെ പ്രശ്നങ്ങൾ, രോഗങ്ങളൊക്കെ ഏറി വന്നപ്പോൾ ദൈവസന്നിധി മാത്രം ഞങ്ങളുടെ ശരണമായിരുന്നു. പലപ്പോഴും ആരും ഞങ്ങളെ ആശ്വസിപ്പാൻ ഇല്ലാത്ത സമയങ്ങളിൽ, ആരും ഞങ്ങളുടെ വേദന അറിയാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു. പലപ്പോഴും ഉദ്ദേശിക്കാത്ത സംഭവങ്ങൾ കൂടി കടന്നുപോയി. രോഗങ്ങൾ, പിന്നെ BJPക്കാർ, അങ്ങനെ RSSൻ്റെ അങ്ങനെ ഉള്ള പല പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു. എങ്കിലും അവയിൽ നിന്നൊക്കെ ജയിപ്പാൻ തക്കണം ദൈവം സഹായിച്ചു. ഒന്നിനും തളർന്നു പോകാതെ വിശ്വാസത്തിൽ നിലനിൽപ്പാനും അനേക ജാതികളെ നേടിയെടുക്കുവാൻ തക്കണം ദൈവം സഹായിച്ചു. ദൈവം ഞങ്ങൾക്ക് 3 പെൺമക്കളെ തന്നു. അവർ 3 പേരും പഠിച്ച് വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ തക്കണം ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെ 3 പേരെയും അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരുമായി വിവാഹം കഴിപ്പാനും ദൈവം സഹായിച്ചു. അവരിപ്പോൾ 3 പേരും സുവിശേഷ വേലയിലായിരിക്കുന്നു. അനേക ജാതികളിൽ നിന്ന്, ഹിന്ദിക്കാരിൽ നിന്നും ഒക്കെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ തക്കണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെയും ചിന്തിക്കാം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വടക്കേ ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തക്കണം ഓരോ പേരൻസിനോടും ഞങ്ങളുടെ ചെറിയ അപേക്ഷയാണ്. ഓരോ കുഞ്ഞുങ്ങളെയെങ്കിലും ദൈവനാമത്തിന് വേണ്ടി വേർതിരിക്കുവാൻ ഓരോ പേരൻസിനും സഹായിക്കും, ദൈവം സഹായിക്കും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നെ സുവിശേഷ വേലയ്ക്ക് എൻ്റെ പേരൻസ് വിടത്തില്ലായിരുന്നു. വലിയ നല്ലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നു വന്നത്. എങ്കിലും എന്നെ എൻ്റെ മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ചു. അതിൻ്റെ ഫലമായിട്ട് അനേക ജാതികളെ നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസന് ആയിട്ട് പല സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ തക്കണം ദൈവം സഹായിച്ചു. പിന്നെയും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അനേക ജാതികളെ നേടിയെടുക്കുവാൻ തക്കണം ദൈവം സഹായിക്കട്ടെ. അതിനായി ഞാൻ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ വർഷം 90 മുമ്പാണ്, 87 ഞങ്ങളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ചൂടും പുകയും എല്ലാം. ഞാനന്ന് എനിക്കൊരു സ്കൂട്ടറുണ്ട്, പക്ഷേ അത് അത്യാവശ്യത്തിനുള്ള എന്തെങ്കിലും ലോങ് ട്രിപ്പിലെല്ലാം സൈക്കിളാണ് പോകുന്നത്. 55-60 കിലോമീറ്ററൊക്കെ സൈക്കിളിൽ പോയി. ചൂട് നിമിത്തം എൻ്റെ ശരീരമെല്ലാം പഴുത്ത് വലിയ ബേണിംഗ് ബോൾസ് ഉണ്ടായി. അത് പഴുത്തങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് വലിയ കൈയുടെ വിരളയിലും മുഖത്തും കണ്ണിൻ്റെ താഴെയും തലമുടി മുതൽ നഖം വരെ അത് വന്നിട്ട്, സാധാരണ ആ ബോൾസ് വന്നവർ ജീവിച്ചിരിക്കത്തില്ല, മരിച്ചു പോകും എന്നാ അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. ഞാനവിടെ അസുഖത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ ചൂട് കുരുക്കളെല്ലാം പഴുത്ത് പൊട്ടാറായി. അതിഭയങ്കര വേദന. എൻ്റെ ചർച്ചിലെ ഒരു സുബേദാർ മേജർ സാറിൻ്റെ കുടുംബമുണ്ട്, PM ഫിലിപ്പ് സാർ എന്ന് പറയുന്നത്. അദ്ദേഹം കർത്താവിൽ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് വൈകിട്ട് എൻ്റെ അടുത്തൊരു കുടം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കഴുത്തിൽ ഇച്ചിരി വെള്ളം, ചാക്ക് കെട്ടി വെള്ളം നനച്ച്, അങ്ങനെ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഫ്രിഡ്ജൊന്നുമില്ല, വെള്ളമൊക്കെ നനച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ച് നാരങ്ങയും ഗ്ലാസും സ്പൂണും എടുത്തു വെച്ച് അമ്മമ്മ പോയി ആവശ്യമുള്ളപ്പം തണുത്ത വെള്ളം കുടിച്ചു. ഞാൻ ഒരു ചാക്ക് ഒരു പായിട്ട് താഴെ കിടക്കുക, വീടിൻ്റെ പുറത്ത്, അതിൻ്റെ അടുത്തായി വെള്ളം വെച്ച്. രാത്രിയായപ്പോൾ അതിഭയങ്കരമായ വേദന. എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നി. ഞാൻ എഴഞ്ഞ് ആ കുടത്തിൻ്റെ അടുത്ത് ചെന്ന് ആ കുടം ഒന്ന് വെള്ളം എടുക്കാൻ നോക്കി. ആ കുടം അങ്ങ് മറിഞ്ഞുപോയി. എനിക്ക് സങ്കടം. ആ ചാക്കെല്ലാം കൂടെ നനഞ്ഞ് ഞാൻ ആ ചാക്കയിലോട്ടങ്ങ് കിടന്നു. ചെറിയ തണുപ്പ്. എപ്പോഴാണ് ഞാനൊന്ന് മയങ്ങി, പെട്ടെന്ന് ഞാൻ ആത്മാവിലായി. ആത്മാവിൽ നൃത്തം ചെയ്ത് അപ്പോൾ എൻ്റെ ഈ കൈയൊക്കെ അടിച്ച് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഈ പരുക്കളെല്ലാം പൊട്ടി ഒലിക്കാൻ തുടങ്ങി. എപ്പോഴാണ് അതൊക്കെ പൊട്ടാൻ തുടങ്ങിയെന്നോ വേദനയൊന്നും എനിക്കറിയത്തില്ല.
പല ഭാഷകളിൽ ആത്മാവിൽ ഞാൻ പാടി. ഒടുവിൽ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ ഈ മലയാള വരികൾ തന്നു. ചൂളച്ചൂടധികം പെരുകി അതിൽ പൊന്നു കിടന്നുരുകി. ചൂളച്ചൂടധികം പെരുകി അതിൽ പൊന്നു കിടന്നുരുകി. അതിൻ കീടം അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. അതിൻ കീടം അഖിലവും നീക്കി ശുദ്ധ പൊന്നു പുറത്തു വന്നിടും. എന്നാനിഷ്ടപുത്രൻ ഞാൻ ആകുവാൻ തൻ ശിക്ഷണത്തിൽ നടത്തിയൻ ഇഷ്ടമഖിലവും താൻ തടഞ്ഞു. എന്നേറ്റം പാകപ്പെടുത്തി എന്നിഷ്ടമഖിലവും താൻ തടഞ്ഞു. എന്നേറ്റം പാകപ്പെടുത്തി ദൈവരാജ്യ പാഠശാലയിൽ ചിരകാലമെല്ലാം പഠിച്ചാൽ. ദൈവരാജ്യ പാഠശാലയിൽ ചിരകാലമെല്ലാം പഠിച്ചാൽ അതിന്മേന്മ അറിയുവതിനു ചെറുപരിശോധനകൾ വരുന്നു. അതിന്മേന്മ അറിയുവതിനു ചെറുപരിശോധനകൾ വരുന്നു. അപ്പനിഷ്ടപുത്രൻ ഞാൻ ആകുവാൻ തൻ ശിക്ഷണത്തിൽ നടത്തി എന്നിഷ്ടമഖിലവും താൻ തടഞ്ഞു. എന്നേറ്റം പാകപ്പെടുത്തി തന്നിഷ്ടമഖിലവും താൻ തടഞ്ഞു. എന്നേറ്റം പാകപ്പെടുത്തി. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ഈ അനുഭവത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ട ശ്രോതാക്കൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സുവിശേഷീകരണത്തിൻ്റെ വാതിൽ ഇന്ത്യയിൽ അടഞ്ഞുകൊണ്ടിരിക്കുക. UP, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, MP എല്ലായിടത്തും സുവിശേഷകന്മാർ കർണാടക ജയിലിലാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. സുവിശേഷീകരണത്തിന് നമ്മാലാവോളം നമുക്ക് നിലനിൽക്കാം, അയക്കാം, പോകാം. 10 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ 1 മാസത്തേക്കോ ലോങ് ടേമിലോ ഈ സുവിശേഷീകരണത്തിൽ നിങ്ങൾ പങ്കാളികളാകുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ തലമുറകളെ ഇതിനു വേണ്ടി അയക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ്സ് ടുഗദർ വിൻ ദ ലാൻഡ്.